ഉറപ്പുവരുത്തൂ VKC മുദ്ര ചെരുപ്പിലും പാക്കിലും. VKC Pride. Celebrate hard work. ഗുഡ് ഈവനിംഗ്. ഒരു വാർത്താ ദിനത്തിലെ മുഴുവൻ വാർത്തകളും ഒരൊറ്റ ബുള്ളറ്റിനിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് വാർത്താ മഴ. ഈ വാർത്താ പകലിൽ വന്ന എല്ലാ വാർത്തകളും അടുത്ത 1.5 മണിക്കൂറിൽ വാർത്താ മഴ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഞാൻ S. വിജയകുമാർ, എന്നോടൊപ്പം ഉന്മേഷ് ശിവരാമൻ. ഉന്മേഷ്, നമ്മൾ ഇന്ന് ഒരു ഞായറാഴ്ചയാണെങ്കിലും വളരെ സജീവമായ ഒരു വാർത്താ പകലായിരുന്നു കടന്നുപോയത് അല്ലേ? ധാരാളം വാർത്തകൾ വന്നിട്ടുണ്ട്, രാഷ്ട്രീയ പ്രതികരണങ്ങൾ പല വിഷയങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഏത് വാർത്ത നമ്മൾ ഇന്ന് പ്രധാനമായി പരിഗണിക്കാനാണ് ഈ ഘട്ടത്തിൽ ആലോചിച്ചത്? നമ്മൾ രാവിലെ തുടങ്ങിയത് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലായിരുന്നു. അതിനുശേഷം നമ്മുടെ റോയ് വയലാറ്റിന്റെ കേസുമായി ബന്ധപ്പെട്ട കൂട്ടുപ്രതിയുടെ വെളിപ്പെടുത്തൽ, അതിന് പിന്നാലെ പരാതിക്കാരി അതിന് മറുപടി പറയുന്നു. അങ്ങനെ ക്രൈം വാർത്തകൾ ഉണ്ടായിരുന്നു. ഒപ്പം ഈ സ്കൂൾ തുറക്കൽ വാർത്ത ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ വൈകുന്നേരത്തോടെ കണ്ണൂരിൽ നിന്ന് ബോംബേറു വാർത്ത കൂടി വന്നു. അതിൽ ചില നാടകീയമായ വഴിത്തിരിവുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം തലക്കെട്ടുകൾ പരിശോധിക്കാം. തീർച്ചയായും ആദ്യം നോക്കാം ഹെഡ്ലൈൻസ്. കണ്ണൂർ തോട്ടടയിൽ ബോംബേറിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ വഴിത്തിരിവ്. കൊല്ലപ്പെട്ട ജിഷ്ണു ബോംബുമായെത്തിയ സംഘത്തിലെ അംഗം. സംഘർഷത്തിൽ കലാശിച്ചത് വിവാഹ വീട്ടിലെ തർക്കം. സംഘത്തിന്റെ ദൃശ്യങ്ങൾ 24-ന്. മൃതദേഹം മാറ്റിയത് വൈകിയതിനെ ചൊല്ലി തോട്ടടയിൽ CPIM കോൺഗ്രസ് തർക്കം. സ്കൂൾ തുറക്കലിന് പുതുക്കിയ മാർഗരേഖ. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ നാളെ മുതൽ. 21 മുതൽ പൂർണ്ണതോതിൽ അധ്യയനം. വാർഷിക പരീക്ഷകളിൽ മാറ്റമില്ല. SSLC +2 മോഡൽ പരീക്ഷകൾ മാർച്ച് 16 മുതൽ. ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയതിൽ എതിർപ്പുമായി KSTA ഒഴികെയുള്ള അധ്യാപക സംഘടനകൾ. പാലക്കാട് ചെറാടുമലയിലെ രക്ഷാപ്രവർത്തനത്തിൽ ജില്ലാ ഫയർഫോഴ്സിനെതിരെ ഗുരുതര ആരോപണം. ഇടുക്കിയിൽ നിന്നെത്തിയ വിദഗ്ധ സംഘത്തിന് സഹായം ലഭിച്ചില്ല. ഏകോപനത്തിലും വീഴ്ച. ഫയർഫോഴ്സ് ജീവനക്കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ സന്ദേശം പുറത്ത്. 48 മണിക്കൂറിനകം ജില്ലാ ഫയർ ഓഫീസർ വിശദീകരണം നൽകണം. അച്ചടക്ക ലംഘനം ആരോപിച്ച് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ KPCC നേതൃത്വം. പാർട്ടിയുടെ നിർണായക തീരുമാനങ്ങൾ പരസ്യപ്പെടുത്തുന്നുവെന്ന് വിമർശനം. വാർത്ത അടിസ്ഥാനരഹിതമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. വിവാദങ്ങൾ മാധ്യമ സൃഷ്ടിയെന്ന് രമേശ് ചെന്നിത്തല. നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ് വയലാറ്റ് ഉൾപ്പെട്ട പോക്സോ കേസിൽ വിശദീകരണവുമായി കൂട്ടുപ്രതി അഞ്ജലി. കേസ് കെട്ടിച്ചമച്ചതെന്ന ആരോപണം. മറുപടിയുമായി പരാതിക്കാരി. ആരോപണങ്ങൾക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധമില്ല. മോഡലുകളുടെ അപകടമരണ കേസിൽ കുറ്റപത്രം ഉടൻ നൽകും. ഹിജാബ് ധരിക്കാൻ അനുമതി തേടിയുള്ള ഹർജി കർണാടക ഹൈക്കോടതിയുടെ വിശാല ബെഞ്ച് നാളെ പരിഗണിക്കും. വാദം കേൾക്കുക ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച്. സംഘർഷമുണ്ടായ ഉടുപ്പിയിൽ നാളെ മുതൽ ഒരാഴ്ചത്തേക്ക് നിരോധനാജ്ഞ. പ്രതിഷേധ പ്രകടനങ്ങൾക്ക് കർശന വിലക്ക്. CITU ഉപരോധത്തിൽ കട തുറക്കാനാകുന്നില്ലെന്ന പരാതിയുമായി കണ്ണൂർ മാതമംഗലത്തെ വ്യാപാരി. കോടതി നിർദ്ദേശത്തിൽ പോലീസ് സുരക്ഷയുണ്ടായിട്ടും രക്ഷയില്ലെന്ന് റബീഖ്. പരാതിയിൽ കഴമ്പില്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടി. കടയടപ്പിച്ചത് ലൈസൻസ് ഇല്ലാത്തതിനാലെന്ന് വിശദീകരണം. മലപ്പുറത്തു നിന്ന് കാണാതായ നവവധുവിന്റെ മൃതദേഹം പുഴയിൽ കണ്ടെത്തി. വള്ളിക്കുന്ന് സ്വദേശി ആര്യയുടെ മൃതദേഹം കണ്ടെത്തിയത് കോട്ടക്കടവ് പുഴയിൽ. ആര്യയെ കാണാതായത് ഇന്നലെ വൈകിട്ട്. കക്കോടി സ്വദേശിയായ ശാശ്വതമായി ആര്യയുടെ വിവാഹം കഴിഞ്ഞത് തിങ്കളാഴ്ച. INL സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടു. AP അബ്ദുൽ വഹാബിനെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി. അഹമ്മദ് ദേവർകോവിൽ ചെയർമാനായി 6-അംഗ അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നു. സമവായ നീക്കം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ. ഹരിത നേതൃത്വത്തിന് പരസ്യ പിന്തുണ നൽകിയതിന് പുറത്താക്കിയ PP ഷൈജലിനെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പ്രവേശിപ്പിക്കാതെ MSF. ഷൈജൽ യോഗത്തിനെത്തിയത് പുറത്താക്കിയ നടപടി സ്റ്റേ ചെയ്ത കോടതി ഉത്തരവുമായി. ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചിട്ടില്ലെന്ന MSF. നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയെന്ന് ഷൈജൽ. ആലുവ ദേശീയപാതയിൽ കാർ കടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. കാറിലുണ്ടായിരുന്ന പ്രായപൂർത്തിയാകാത്ത 5 കുട്ടികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആലപ്പുഴ ദേശീയപാതയിൽ ലോറി ഇടിച്ച് 2 മരണം. അപകടം പിക്കപ്പ് വാനിന്റെ ടയർ മാറ്റുമ്പോൾ. മുണ്ടക്കയം കോരുത്തോട് കാർ വീടിന്റെ മുകളിലേക്ക് വീണ് ഒരാൾ മരിച്ചു. ഉത്തർപ്രദേശിൽ BJP സർക്കാർ ഉള്ളപ്പോൾ നീതി കിട്ടില്ലെന്ന ഉന്നാവ് പെൺകുട്ടി. സർക്കാരിന്റെ വേട്ടയാടൽ തുടരുകയാണെന്നും പെൺകുട്ടി 24-നോട്. ജയിലിലിരുന്ന കുൽദീപ് സിംഗ് സെൻഗാർ അധികാരികളെ നിയന്ത്രിക്കുന്നുവെന്നും ആരോപണം. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും നൽകിയ പരാതികൾ വെറുതെയായെന്നും പെൺകുട്ടി.
ഉത്തർപ്രദേശിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ 55 മണ്ഡലങ്ങൾ വിധിയെഴുതും. ഗോവയിലും ഉത്തരാഖണ്ഡിലും നാളെ വോട്ടെടുപ്പ്. ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യം ഗോവയിൽ ബിജെപിക്കും കോൺഗ്രസിനും വെല്ലുവിളി. രാഹുൽ ഗാന്ധിക്കായി ജീവൻ ബലിയർപ്പിക്കാനും തയ്യാറെന്ന് പ്രിയങ്ക ഗാന്ധി. രാജസ്ഥാനിൽ ഡൽഹി സ്വദേശിയായ യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. കെട്ടിടത്തിന് മുകളിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട് കൊല്ലാനും ശ്രമം. യുവതിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചെന്ന് പോലീസ്. തലക്കെട്ടുകൾക്ക് ശേഷം വാർത്താമഴ കണ്ണൂരിലേക്കാണ് പോകുന്നത്. കണ്ണൂർ തോട്ടടയിൽ ബോംബേറിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഏച്ചൂർ സ്വദേശി ജിഷ്ണുവാണ് മരിച്ചത്. ബോംബേറിൽ 3 പേർക്ക് പരിക്കേറ്റു. കല്യാണ വീട്ടിൽ ഉച്ചത്തിൽ പാട്ട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങളാണ് ബോംബേറിൽ കലാശിച്ചത്. കണ്ണൂർ തോട്ടടയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30-യോടെയാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത്. ബോംബേറിൽ ഏച്ചൂർ സ്വദേശിയായ 26-കാരൻ ജിഷ്ണു അതിദാരുണമായി കൊല്ലപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്ന രജിലേഷ്, അനുരാഗ്, ഹേമന്ത് എന്നീ ചെറുപ്പക്കാർക്ക് നിസ്സാരമായ പരിക്കേറ്റു. വിവാഹ പാർട്ടിക്കിടെയുണ്ടായ തർക്കമാണ് ബോംബേറിൽ കലാശിച്ചതെന്നാണ് പോലീസ് നിഗമനം. തോട്ടടയിലെ വിവാഹ വീട്ടിൽ ഇന്നലെ രാത്രി സൽക്കാരം സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടെ നടത്തിയ ഗാനമേളയിൽ ചില തർക്കങ്ങൾ അരങ്ങേറി. അതാണ് ഈ സംഭവങ്ങൾക്കെല്ലാം ആധാരമായി മാറിയതെന്നാണ് പോലീസ് നിഗമനം. പാട്ടുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. 2 വിഭാഗങ്ങൾ തമ്മിൽ വലിയ സംഘർഷവും നടന്നു. പിന്നീട് നാട്ടുകാരിടപെട്ടാണ് ഇവരെ പിരിച്ചുവിട്ടത്. ഇതിന്റെ പകയിൽ പിന്നീട് സംഘടിച്ചെത്തി ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഒരു വാനിൽ വന്നിട്ടാണ് സംഭവം നടത്തിയിട്ട് അവർ നേരെ മെയിൻ റോഡിൽ നിന്നാണ് വണ്ടി പിടിച്ച് പോയെന്നാണ് പറയപ്പെടുന്നത്. ഒരു പാട്ട് വെച്ചതിനെ സംബന്ധിച്ച് ഭയങ്കര തർക്കം എന്തെങ്കിലും ഉണ്ടായിട്ട് അടിയല്ലെന്നാണ്. ഇന്നലെ വിവാഹ പാർട്ടിക്കിടെ സംഘർഷമുണ്ടാകുന്നു. ഒരു സംഘം ആസൂത്രിതമായി പ്രത്യാക്രമണം ആസൂത്രണം ചെയ്യുന്നു. അങ്ങനെ 2 ബോംബുകളുമായി ഈ സംഘം ഇന്ന് വിവാഹ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്കെത്തുന്നു. വരനും സംഘവും വീട്ടിലേക്ക് പ്രവേശിച്ചതിന് പിന്നാലെ ബോംബാക്രമണം. രണ്ട് ബോംബുകളുമായാണ് സംഘം ആക്രമിക്കാനായി എത്തിയത്. ആദ്യമെറിഞ്ഞ നാടൻ ബോംബ് പൊട്ടിയില്ല. ഇത് പിന്നീട് പോലീസ് കണ്ടെടുത്ത് നിർവീര്യമാക്കി. രണ്ടാമതെറിഞ്ഞ ബോംബാണ് ജിഷ്ണുവിന്റെ തലയിൽ പതിച്ചത്. ഇത് പക്ഷേ അക്രമി സംഘം തന്നെ എറിഞ്ഞ ബോംബ് അതേ സംഘത്തിൽ ഉൾപ്പെട്ട ജിഷ്ണുവിന്റെ തലയ്ക്ക് അബദ്ധത്തിൽ കൊള്ളുകയായിരുന്നുവെന്ന ഒരു നിഗമനമുണ്ട്. പക്ഷേ ഇക്കാര്യം പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. അതായത് അക്രമി സംഘത്തിൽ ഉൾപ്പെട്ട ആൾ തന്നെയാണ്, ബോംബുമായി ആക്രമിക്കാനെത്തിയ സംഘത്തിൽ ഉൾപ്പെട്ട ആൾ തന്നെയാണ് ജിഷ്ണു എന്നൊരു നിഗമനം പോലീസിനെ സംബന്ധിച്ചിടത്തോളമുണ്ട്. പക്ഷേ ഇക്കാര്യം പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. സംഘർഷം ഉണ്ടായി എന്നും ഇരുഭാവും ലാസ്റ്റ് ഇവിടെയുള്ള ആളുകളൊക്കെ ഇടപെട്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പറഞ്ഞു വിട്ടതാണ് എന്നതാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ ഇതിന് ഇത്രമാത്രം ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്താനുള്ള സാഹചര്യം എന്താണെന്ന് പറയാൻ കഴിയില്ല. നാട്ടുകാരുടെ മൊഴികളും പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനവും കണക്കിലെടുക്കുകയാണെങ്കിൽ നിസ്സാരമായൊരു തർക്കമാണ് ബോംബാക്രമണത്തിലും കൊലപാതകത്തിലും കലാശിച്ചതെന്നാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം. ഈ ആക്രമണത്തിൽ പരിക്കേറ്റവരെയും ഒപ്പം ദൃക്സാക്ഷികളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയമോ അതല്ല മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇല്ല എന്നാണ് ഇപ്പോഴത്തെ പോലീസിന്റെ നിഗമനം. ബോംബേറിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി സജോ ദേവസ്യ വാർത്താമഴയ്ക്കൊപ്പം ചേരും. അതിനു മുൻപ് ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരു ദൃക്സാക്ഷിയുടെ വാക്കുകളിലേക്ക്. ഇന്നലെ രാത്രി ഇവിടെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണ വീട്ടിൽ ഒരു പാട്ട് വെച്ചെന്ന് പറഞ്ഞ
വളരെ താമസിച്ചവരാണ്. 12 മണിക്ക് ശേഷമാണ് ആ പാട്ട് വെച്ചതിന് ശമ്പളമൊന്നും ഉണ്ടായിട്ടില്ല. പാട്ട് വെച്ചതിന് ശേഷം 2 വിവാഹം നമ്മളെ നാട്ടുകാർ, നമ്മളിവിടെ രാഷ്ട്രീയ പ്രശ്നമൊന്നുമില്ലാത്ത ഒരു പ്രദേശം, ചെറുപ്പക്കാരെല്ലാം ഒറ്റക്കെട്ടാണ്. ആ നിലയിൽ അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഇവരെ എതിരായിട്ട് പാട്ട് വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് തർക്കമുണ്ടായി. ഏച്ചൂരിന് വന്നത് തർക്കമുണ്ടായി, തമ്മിൽ അടിയായി. നല്ല അടിയാന്ന് പറഞ്ഞു. അടിയായതിന് ശേഷം ഇവരെ പിടിച്ചെല്ലാം ഒഴിവാക്കിയതിന് ശേഷം ഇന്ന് രാവിലെ ഇവരെല്ലാം കൂടി വീണ്ടും വന്നെന്ന് പറഞ്ഞാൽ ഇവർ കല്യാണ പാർട്ടി തിരിച്ചു വന്നേരം ഈടെ ഇറങ്ങിയിട്ട് നടന്നു പോകുമ്പോൾ ബാക്കിൽ നിന്നാണ് സംഭവം ഉണ്ടായത്. വലിയ ബാനില്ലേ, ആ ബാനിലാണ് വന്നിട്ട് ഇവരെ ഇങ്ങനെ ഓടിപ്പോന്ന് ഞാൻ കാണുന്നത്. ഓടിപ്പോയി ഓടറ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് പിന്നെ ഈ വാഹനത്തിൽ കയറി ഉടനെ വിടറ ഡ്രൈവറോട് പറയുന്ന ഞാൻ അന്നേരം റോട്ടിനെ ഉള്ളു ആ സമയം മെയിൻ റോട്ടിൽ. എന്നിട്ട് ഇത് കടന്നു വരുമ്പോൾ ഒരു കാറിൽ 2 ആളെ പരിക്കുള്ള ആളെ കയറ്റിയിട്ട് പോകുന്നതാണ്. ഇവിടെ ഒരു വണ്ടിയിലെത്തുമ്പോൾ ഇവിടുന്ന് പിന്നെ ഈ തല പൊട്ടി തെറിച്ചിട്ടാണ്. ഞാനിപ്പോൾ അന്നേരം ഈ സംഭവഗതി അറിയുന്നുള്ളൂ. അപ്പോൾ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ് ഇങ്ങനെ വന്നു. ഞാൻ ഉടനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരമാണ്. കൊല്ലപ്പെട്ട ജിഷ്ണു ബോംബുമായി എത്തിയ സംഘത്തിലെ അംഗം എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. ജിഷ്ണു വിവാഹ സ്ഥലത്ത് എത്തിയത് ബോംബെറിഞ്ഞ സംഘത്തിനോടൊപ്പമാണ് എന്ന സൂചനയുമുണ്ട്. സംഘത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വിശദാംശങ്ങളുമായി സജോ ദേവസ്യ ചേരുന്നു ഇപ്പോൾ വാർത്താമഴയ്ക്കൊപ്പം. സജോ, ഒടുവിൽ ഈ പോലീസ് നൽകുന്ന വിവരം എന്താണ്? ദൃക്സാക്ഷികളടക്കം ഈ വിവാഹ സമയത്തുണ്ടായിരുന്ന സംഘർഷമടക്കം സൂചിപ്പിക്കുന്നുണ്ട്, തർക്കമടക്കം സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് സജോ? ഉന്മേഷ്, ഇക്കാര്യത്തിൽ ഏറെക്കുറെ ഒരു വ്യക്തത ഈ സംഭവങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കൈവന്നിരിക്കുകയാണ്. പോലീസിന്റെ ഒരു വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതായത് ഈ ബോംബുമായി എത്തിയ സംഘത്തിൽ ഉൾപ്പെട്ട ആൾ തന്നെയാണ് ജിഷ്ണു. അബദ്ധത്തിൽ ഈ ബോംബ് ജിഷ്ണുവിന്റെ തലയിൽ പതിച്ച് അങ്ങനെയാണ് ഈ കൊലപാതകം സംഭവിച്ചതെന്നാണ്. അതായത് ഈ സംഭവങ്ങളുടെ എല്ലാം ആധാരം തോട്ടടയിലെ വീട്ടിൽ ഷമൽ രാജ് എന്നയാളുടെ വീട്ടിൽ വിവാഹ സൽക്കാരം ഇന്നലെ രാത്രി സംഘടിപ്പിക്കുന്നു. ഇന്നാണ് യഥാർത്ഥത്തിൽ വിവാഹം. തലേ ദിവസത്തെ വിവാഹം പാർട്ടി എന്ന നിലയ്ക്ക് അവിടെ ഒരു സൽക്കാരം സംഘടിപ്പിക്കുന്നു. അവിടെയും ഈ ഷമൽ രാജിന്റെ പിതാവിന്റെ കുടുംബ വീട് യഥാർത്ഥത്തിൽ ഏച്ചൂരിലാണ്. അവിടെയുള്ള ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ അങ്ങനെ ഒരു സംഘം ഈ സൽക്കാരത്തിന് വേണ്ടി ഇവിടെ എത്തുന്നു. അങ്ങനെ ഏച്ചൂർ സംഘവും തോട്ടട സംഘവും, തോട്ടടയിലാണ് ഈ വിവാഹം നടക്കുന്ന വീട്, അവിടെ എത്തുന്നു. അവിടെ ഈ പാട്ട് വെക്കുന്നു. അതിനിടെ ചിലർ ഡാൻസ് കളിക്കുന്നു. പാട്ടുമായി ബന്ധപ്പെട്ടൊക്കെ ചില തർക്കങ്ങൾ തോട്ടട സംഘവും ഏച്ചൂർ സംഘവും തമ്മിൽ ഉണ്ടാകുന്നു. അതിനിടെ ഇതിൽ ഒരാൾക്ക്, അതായത് ഏച്ചൂരിൽ നിന്ന് വന്ന ഒരാൾക്ക് ഒരു വാഹനത്തിന്റെ ചാവി വെച്ച് കുത്തേൽക്കുന്നു. അങ്ങനെ ഒരു പരിക്ക് പറ്റുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷവും വെല്ലുവിളിയും വാക്കേറ്റവും എല്ലാം നടക്കുന്നു. പിന്നീട് നാട്ടുകാരും അവരുടെ ബന്ധുക്കളും ഒക്കെ ഇടപെട്ട് ഇവരെ പിരിച്ചുവിടുന്നു. പിന്നീട് ഇവരെ പ്രത്യാക്രമണം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവർ തിരികെ പോയി ഈ ഏച്ചൂർ സംഘം 2 ബോംബുകളുമായി സ്ഥലത്തേക്ക് എത്തുന്നു. ചാലാടാണ് വധുഗ്രഹം. അവിടെ ഇന്ന് വിവാഹം നടക്കുന്നു. അതിനുശേഷം ഈ വിവാഹ സംഘം തോട്ടടയിലേക്ക് വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഈ സംഘം അവിടെ നിന്ന് ആഘോഷമായി ഈ പ്രധാന പാതയിൽ നിന്ന് വീട്ടിലേക്ക് കടന്നു പോകുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഏച്ചൂർ സംഘവും ഉണ്ടായിരുന്നു, തോട്ടട സംഘവും. അങ്ങനെ സംഘർഷം ഉണ്ടാക്കി ഈ 2 സംഘങ്ങൾ ഈ വീടിന്റെ മുൻഭാഗത്ത് വെച്ച് മുഖാമുഖം കാണുന്നു. ആ സമയത്ത് ഈ ആക്രമണം ഏച്ചൂർ സംഘം നടത്തുകയാണ്. ബോംബ് എടുത്ത് എറിയുന്നു. ആദ്യ ബോംബ് പക്ഷേ പൊട്ടിയില്ല. രണ്ടാമത് എറിഞ്ഞ ബോംബ് ഒരാളുടെ കയ്യിൽ തട്ടി അബദ്ധത്തിൽ ജിഷ്ണുവിന്റെ തലയിൽ പതിക്കുകയായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്ന ഒരു കാര്യം. അങ്ങനെ അബദ്ധത്തിൽ അവിടെ ബോംബ് പൊട്ടുന്നു. ജിഷ്ണുവിന് തലയടക്കം ചിന്നിച്ചിതർ പോകുന്ന സാഹചര്യം ഉണ്ടായത്, ദാരുണമായി കൊല്ലപ്പെടുന്നു. അതിനുശേഷം ഏച്ചൂർ സംഘം വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടു. 3 പേർക്കാണ് പരിക്കേറ്റത്. തോട്ടട സ്വദേശികളായി 3 പേർക്ക് പരിക്കേറ്റു. അതിൽ 2 പേർ ഇതിനകം ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എടക്കാട് സ്റ്റേഷനിലാണ്. അവരെ ഇവിടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ മൊഴികളും ഇതിനെ സാധൂകരിക്കുന്ന മൊഴികൾ തന്നെയാണ്. അവരെല്ലാം ഈ ആക്രമണം നടത്തിയത്. മറ്റൊരാൾക്ക് പരിക്കൊരൽപ്പം ഗുരുതരമാണ്. അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലുമാണ്. ഈ 2 പേരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അവരുടെ മൊഴികളിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് മറ്റേ സംഘം ബോംബ് എറിയുകയായിരുന്നു. അതിൽ ആദ്യത്തെ ബോംബ് പൊട്ടിയില്ല. ആ പൊട്ടാത്ത ബോംബ് പോലീസ് കണ്ടെടുക്കുകയും നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ബോംബ് അവരുടെ സംഘത്തിൽ ഉൾപ്പെട്ട ആളുടെ കയ്യിൽ തന്നെ തട്ടിത്തെറിച്ചതിന് ശേഷം മുൻഭാഗത്ത് നിന്നിരുന്ന ജിഷ്ണുവിന്റെ തലയിൽ പതിക്കുകയായിരുന്നു എന്ന് തന്നെയാണ്. അവരെ ഇപ്പോഴും പോലീസ് അവരുടെ മൊഴിയൊക്കെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സജോ, ഇതിനിടയിൽ ഈ മൃതദേഹം റോഡിൽ നിന്ന് നടു റോഡിൽ കുറെ സമയം കിടന്നു. അത് മാറ്റാൻ താമസമുണ്ടായി എന്നതിനെ ചൊല്ലി അവിടെ കോൺഗ്രസും CPM-ഉം തമ്മിൽ വാക്കുതർക്കമുണ്ടായി. അതൊരു കയ്യാങ്കളിയുടെ വക്കോളം എത്തുകയും ചെയ്തു. ആ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. എന്തായിരുന്നു ആ സമയത്ത് ഈ ഒരു തർക്കത്തിന് കാരണമായത്? ഈ മൃതദേഹം മാറ്റുക എന്നത് പോലീസിന്റെ നടപടിക്രമങ്ങൾ വൈകിയോ? അങ്ങനെ എന്തെങ്കിലും ആക്ഷേപം പോലീസിനെതിരെ ഉണ്ടായിട്ടുണ്ടോ അവിടെ?
വിജയകുമാർ, ഇതിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം, ഈ സംഭവം നടന്ന സ്ഥലം കണ്ണൂർ കോർപ്പറേഷൻ മേയർ ടി.ഒ. മോഹനൻ കൗൺസിലറായ പ്രദേശം കൂടിയാണ്. അദ്ദേഹവും കോൺഗ്രസ് പ്രവർത്തകരും DCC പ്രസിഡന്റും അടക്കം കോൺഗ്രസിന്റെ പ്രദേശത്തെ പ്രവർത്തകരെല്ലാം അവിടെ സംഘടിച്ചെത്തി. അവർ അവിടെ ഈ കൊലപാതകം നടന്നതിന് ശേഷം ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിനോ പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനോ പോലീസിന് കഴിഞ്ഞില്ല എന്നൊരു വിമർശനം അവർ ഉന്നയിച്ചു. പിന്നീട് ഉന്നത പോലീസ് സംഘം ഉൾപ്പെടെ സ്ഥലത്തേക്ക് വേഗത്തിലെത്തിയില്ല. ഇത്രയും നടുക്കുന്ന സംഭവം 2:30 സമയത്താണ് ഈ കൊലപാതകം നടക്കുന്നത്. അത്രയും ഉച്ചയ്ക്ക് പട്ടാപ്പകൽ സമയത്ത് ഒരു കൊലപാതകം നടത്തുന്നു. അതിനനുസൃതമായ പോലീസ് അങ്ങോട്ടേക്ക് എത്തിയില്ല, ആവശ്യമായ പരിശോധനകൾ നടത്തുന്നില്ല എന്നെല്ലാമുള്ള വിമർശനങ്ങൾ അവർ ഉന്നയിച്ചു. മൃതദേഹം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി വേഗത്തിൽ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടായി എന്ന വിമർശനമൊക്കെ അവരും കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള നാട്ടുകാരുമെല്ലാം ഉന്നയിച്ചു. ഇതിനിടെയാണ് CPIM പ്രവർത്തകർ അങ്ങോട്ടേക്ക് സംഘടിച്ച് എത്തുന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തേക്ക് എത്തുന്നു. അവർ പറയുന്നത് പോലീസിനെതിരായ വിമർശനം ശരിയല്ല, അത് ആസൂത്രിതമായി നടത്താൻ ഉന്നയിക്കുകയാണ്, വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയാണ്, മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അതിനുണ്ട്, രാഷ്ട്രീയമായ നിറവും ഈ സംഭവത്തിന് കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന വാദം അവർ ഉന്നയിച്ചു. പിന്നീട് വലിയ വെല്ലുവിളി ഈ ഇരുവിഭാഗവും അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. CPM അത് ഏകദേശം അതൊരു തല്ലിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള നില വന്നു. വലിയ വാക്കേറ്റം ഉണ്ടായി, ഉന്തും തള്ളും ഉണ്ടാകുന്നു. അപ്പോൾ പോലീസ് ഇടപെട്ട് പിന്നീട് അവരെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ്. പോലീസിനെ വിമർശിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് CPM പ്രവർത്തകർ അവിടെ ബഹളം വയ്ക്കുകയായിരുന്നു അവിടെ സംഭവിച്ചത്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. ശരി സജോ, എന്തായാലും കൂടുതൽ വിവരങ്ങൾ സജോ ശേഖരിക്കാൻ ആവശ്യമെങ്കിൽ നമുക്ക് വാർത്താമഴയിൽ തന്നെ ഒരിക്കൽ കൂടി ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാം. വാർത്താമഴ ഇനി പോകുന്നത് നമ്പർ 18 ഹോട്ടലുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക്, റോയ് വയലാറ്റിന്റെ വാർത്തയിലേക്ക്. നമ്പർ 18 ഹോട്ടലുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പോക്സോ കേസിൽ സൈജു തങ്കച്ചനെ ചോദ്യം ചെയ്തു. സൈജുവിന്റെ ഫോണിൽ കോഴിക്കോട് സ്വദേശി അഞ്ജലിയുടെ ദൃശ്യങ്ങൾ കണ്ടെത്തി. അഞ്ജലി നമ്പർ 18 ഹോട്ടലിലെ നിത്യ സന്ദർശകയെന്നും അന്വേഷണ സംഘം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. പരാതിക്കാരിയായ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. കേസിൽ വിശദമായ അന്വേഷണം പുതിയ സംഘം ഉടൻ നടത്തും. അരുൺ രാജ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് വാർത്താമഴയിൽ. അരുൺ, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ സൈജു തങ്കച്ചനടക്കം ചോദ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് പോക്സോ കേസിൽ? അരുൺ. ഉന്മേഷ്, വിജയകുമാർ, നമ്പർ 18 ഹോട്ടലുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഈ പീഡനത്തിന്റെ കഥകൾ അത് കൂടുതൽ ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലുള്ള വിലയിരുത്തൽ. എന്തായാലും കേസിന്റെ വ്യാപ്തി പരിഗണിച്ചുകൊണ്ട് തന്നെ ഈ കേസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ച ഈ മോഡലുകളുടെ കേസ് അന്വേഷിച്ച CI അനന്തലാൽ തന്നെ ഇപ്പോഴുള്ള പീഡന കേസുകളടക്കം ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ്. പ്രധാനമായും ഇതിൽ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് സൈജു തങ്കച്ചനെ ഈ അന്വേഷണ സംഘം പ്രാഥമികമായി വിളിച്ച് വിവരങ്ങൾ തേടിയത്. ഈ വിവരങ്ങൾ തേടുന്നതിനിടയിൽ ഈ പെൺകുട്ടി, പരാതിക്കാരിയായ പെൺകുട്ടിയുടെ മൊഴിയെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറഞ്ഞു വെക്കുന്നത്. പ്രധാനമായും ഈ സൈജു തങ്കച്ചന്റെ കയ്യിൽ നിന്ന് കോഴിക്കോട് സ്വദേശിയായ അഞ്ജലി വടക്കേപ്പുരയ്ക്കലുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അഞ്ജലി നമ്പർ 18 ഹോട്ടലിലെ നിത്യ സന്ദർശകയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുകയും ചെയ്യുന്നു. പ്രധാനമായും ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഈ പരാതിക്കാരി പറഞ്ഞു വെക്കുന്നത് 22 വയസ്സിൽ താഴെയുള്ള ചില പെൺകുട്ടികളെ ഇവിടെ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇതിനെ സാധൂകരിക്കുന്ന ചില ദൃശ്യങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന്റെ പക്കലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും വിശദമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു പരിശോധന വേണ്ടിവരും എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഇക്കട്ടത്തിലുള്ള നിലപാട്. എന്തായാലും അന്വേഷണം നാളെ ഈ പ്രതികൾ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കമുള്ളവയുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ കോടതിയുടെ തീരുമാനം കൂടി വന്ന ശേഷം ഈ പ്രതികളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണം എന്നതെ സംബന്ധിച്ച് അന്വേഷണ സംഘം പുതിയ ഘട്ടങ്ങളിലേക്ക് കടക്കും. എന്തായാലും അന്വേഷണം ഊർജിതമാക്കാൻ തന്നെയാണ് അന്വേഷണ സംഘം നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. അരുൺ രാജാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ് ജോസഫ് വയലാട്ട് ഉൾപ്പെട്ട പോക്സോ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കൂട്ടുപ്രതിയായ അഞ്ജലി. സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ, തന്നെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും അഞ്ജലി പറയുന്നു. താൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളെ ഹോട്ടലിൽ എത്തിച്ചത് അഞ്ജലിയാണ് എന്നായിരുന്നു പരാതിക്കാരിയുടെ മൊഴി. അഞ്ജലിക്ക് നേരെയുള്ള ആരോപണങ്ങളും അവർക്ക് ഉള്ള മറുപടിയും നമുക്ക് നോക്കാം. അവർ കാശ് കൊടുത്തിട്ട് എനിക്കെതിരെ ആളുകളെ കൊണ്ട് എന്താ പറയാ കേസ് രജിസ്റ്റർ ചെയ്യിപ്പിക്കാനുള്ള പ്രൊസീജിയർ വരെ അവർ ചെയ്യുന്നുണ്ട്. പെൺകുട്ടികളെ ഈ ഡ്രഗ് കൊടുത്തിട്ട് അവരെ ഒരു അക്രമത്തിന് പ്രേരിപ്പിച്ചു, അല്ലെങ്കിൽ അവരെ ഒരു കണ്ണിയാക്കി മാറ്റി ഒരു ഡ്രഗ് മാഫിയന്റെ അണ്ടറിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ന്യൂസ് എന്ന് പറയുന്നത്. അതിൽ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള പലരെയും തന്നെ എനിക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഞാൻ പറഞ്ഞ 5 പേരാണ് നമ്മൾ പോയത്, അവരെ മാത്രമേ എനിക്കറിയുള്ളൂ. അവർ നമ്മൾ തമ്മിൽ പിന്നീടുള്ള കോൺടാക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടുള്ളവരുടെ വിവരങ്ങളൊക്കെ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി എന്നല്ലാതെ അവരുമായിട്ട് എനിക്ക് പേഴ്സണലായിട്ടുള്ള യാതൊരു ഇതും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ട് എന്റെ 18 വയസ്സെല്ലാം 19 വയസ്സ് തൊട്ട് ഞാൻ കഷ്ടപ്പെട്ട് എത്തിയിട്ടുള്ള ഒരു ഉന്നതിയാണ് ഇവർ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയിട്ടുള്ളത്. ഞാൻ എത്രയോ പേർക്ക്
കാശ് കടം കൊടുക്കാനുണ്ട്. പക്ഷെ അതിന്റെ എല്ലാം കണക്ക് എൻ്റെ കൈവശമുണ്ട്. അത് മാത്രമല്ല എൻ്റെ വീടിന്റെ എൻ്റെ പേരിലുള്ള സ്ഥലത്തിന്റെ 2 ആധാരം പണയപ്പെടുത്തിയിട്ടും ഞാൻ കാശ് എടുത്തിട്ടുണ്ട്. സാമ്പത്തിക ഇടപാട് എന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിലാണ്. അതിലൊരു രാജ്യദ്രോഹോ സമൂഹദ്രോഹോ പെൺവാണിഭമോ അല്ലെങ്കിൽ മാഫിയമോ അതൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ഒരു ബിസിനസ് പാർക്കിന്റെ നാച്ചർ എന്ന് പറയുന്നത് തന്നെ കുറെ ഇൻവെസ്റ്റേഴ്സിനെ എടുക്കുന്ന ഒരു ഇതുണ്ട്. ഫണ്ട് എടുക്കുക എന്ന് പറയും. അവരുടെ ബിസിനസ് കുറെ പേരുടെ കയ്യിൽ നല്ല പ്രോജക്റ്റ് ഉണ്ടാവും. ആ പ്രോജക്റ്റിലേക്ക് അവരെന്ത് ചെയ്യും, ആവശ്യമുള്ള ആളുകൾ ബിസിനസ്സിന് ഇതില്ലാത്തവർ, അതായത് കപ്പാസിറ്റി ഇല്ലാത്തവരുടെ കയ്യിൽ ഫണ്ട് ആയിരിക്കും ഉണ്ടാവുക. ചിലരുടെ കയ്യിൽ ഐഡിയാസ് ഉണ്ടാവും, ചിലരുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവും. ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതിൽ ഇഷ്ടംപോലെ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാറുണ്ട്, അവർ പ്രോഫിറ്റ് കൊടുക്കാറുണ്ട്. ആ രീതിയിൽ അഞ്ജലിയും ചെയ്തിരുന്നു. അത് ഞാൻ മാത്രമല്ല, ഒത്തിരി ആളുകൾ ഇതിനകത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്റെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടി പറയട്ടെ അഞ്ജലി അങ്ങനത്തെ രീതിയിൽ ആ പെൺകുട്ടിനെ കൊണ്ടുപോയിട്ടുണ്ടെന്ന്. എന്റെ ഓഫീസിൽ എല്ലാ സ്റ്റാഫ് ലിസ്റ്റും ക്ലയന്റ് ലിസ്റ്റും എന്റെ പക്കലുണ്ട്. നമുക്ക് എല്ലാ ആളുകൾക്കും ബിസിനസ്സിൽ ഡൗൺ ആവുകയൊക്കെ ചെയ്യും. പക്ഷെ അത് വിചാരിച്ചിട്ട് ഞാൻ അപ്പോഴും ഇല്ലേ വേറെ രീതിയിലേക്ക് പോയിട്ടില്ല. എന്നിട്ട് ആ എന്നെ പറ്റിയിട്ടാണ് ഇപ്പൊ എല്ലാ ആളുകളുടെ മുമ്പിൽ ഇത്രയും മോശമായിട്ട് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നു ഇതിനു മുമ്പ് ജോലി ചെയ്ത ആളുകളൊന്നും അവർക്കെതിരെ മുമ്പോട്ട് വന്നിട്ടില്ല. അത് വെറും നുണ മാത്രമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ലേബർ ഓഫീസിൽ വരെ ഇവർക്കെതിരെ കംപ്ലൈന്റ് പോയിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ നിന്ന് ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയ ഒരു വ്യക്തി എനിക്കൊരു പെൺകുട്ടിയുടെ ഇൻഫർമേഷൻസ് തന്നു. ഞാൻ കമ്മീഷണർക്ക് കംപ്ലൈന്റ് കൊടുത്ത് 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പെൺകുട്ടി ഞാനുമായിട്ട് ബന്ധപ്പെടുകയും ആ യുവതിക്ക് ഉണ്ടായിട്ടുള്ള വളരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇവരിൽ നിന്ന് അഞ്ജലി റിമാദേവിൽ നിന്ന് നേരിടേണ്ടി വന്ന കാര്യങ്ങൾ എന്നോട് പറയുകയും അവർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അവരുടെ നമ്പർ കൊടുത്തോ എന്ന് വരെ എന്നോട് പറഞ്ഞു. അത് പ്രകാരം ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവർ സ്വന്തം മകളെ വരെ വെച്ചിട്ട് എന്റെ നേർക്ക് ഇല്ലാത്ത അലിഗേഷൻസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ തെളിവുകൾ അവർ കൊണ്ടട്ടെ. കാരണം നമ്മൾ ഒരാൾക്കെതിരെ ഒരു അലിഗേഷൻ പറയുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും തെളിവുകളോടുകൂടിയാണ് ഞാൻ ഇതിന് മുമ്പോട്ട് പോയിട്ടുള്ളത്. ഇപ്പൊ ഇവൻ എല്ലാ മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കാൻ കാരണം എന്താണ്, എന്റെ അടുത്ത് വ്യക്തമായ തെളിവുകളുണ്ട്. നിയമപരമായിട്ടാണ് ഞാൻ ഇത് നേരിട്ടത്. ഇവരൊരു സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനത്തെ കാര്യം വെളിപ്പെടുത്താത്ത ഇവരും നിയമപരമായി മുമ്പോട്ട് കൊണ്ടുവരട്ടെ, തെളിവുകൾ കൊണ്ടുവരട്ടെ. എന്റെ നേരെയുള്ള ആരോപണങ്ങൾ എന്ന് പറയുന്നത് മയക്കുമരുന്ന്, പിന്നെ എന്താ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മയക്കുമരുന്നിലെ ഏറ്റവും വലിയ ഡീലറാണ് ഞാൻ. അതുപോലെ ആണുങ്ങളെ ഹണി ട്രാപ്പിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ എന്താ കള്ളപ്പണം, പണം തട്ടിപ്പ്, ഇതൊക്കെ ആരാ ചെയ്യുന്നതെന്നുള്ള വ്യക്തമായ ധാരണ എനിക്കുള്ളത് കൊണ്ട് ഞാനത് പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അവർ കാട്ടിക്കൂട്ടുന്നത്. അവർ ഓൾറെഡി നെക്കോട്ടിക് ലിസ്റ്റിലുള്ളതാണ്. പിന്നെ നിരോധിക്കപ്പെട്ട പല ലഹരി മരുന്നും ഞാൻ അവരുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ തിരിച്ചറിയാൻ വൈകിപ്പോയി. ഈ മോഡൽസിന്റെ മരണത്തോടു കൂടിയാണ് ഇതൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞത്. അന്വേഷണ ഉദ്യോഗസ്ഥർ എനിക്ക് കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. എനിക്ക് തോന്നുന്നു ഒരു മെഡിക്കൽ പരിശോധന ചെയ്താൽ തീർച്ചയായിട്ടും മനസ്സിലാവുന്നതാണ് അവർ ഡ്രഗ് അഡിക്റ്റഡ് ആയിരുന്നു, അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി എന്താണ്. ഇതിനു മുമ്പ് എന്ത് തന്നെയായാലും എന്റെ ജീവിതം ഇത്രയും നശിപ്പിച്ചു തന്ന ആരെയും വെറുതെ വിടില്ല എന്നൊന്നുമല്ല. അവരുടെയൊക്കെ ആ ഒരു ഫേസ് ഞാൻ പുറത്തു കൊണ്ടുവരും. എന്റെ ജീവിതം നശിപ്പിച്ച പോലെ ഒരാളുടെ ജീവിതം ഇനി നശിപ്പിക്കാൻ പാടില്ല. എനിക്ക് തീർച്ചയായിട്ടും എനിക്കിപ്പം എന്ന് പറയുന്നത് എൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ ഈ ഡ്രഗ് മാഫിയക്കെതിരെ ആദ്യം ഞാൻ നിശബ്ദയായിരുന്ന സമയത്ത് എനിക്ക് നല്ല ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായിരുന്നു. അഞ്ജലി തന്നെ, കാരണം നമ്പർ 18 ഞാൻ കണ്ട ദൃശ്യങ്ങൾ അത്രയും ഞെട്ടിക്കുന്നതായിരുന്നു. അത് ഞാൻ അഞ്ജലിനോട് ചോദിക്കുകയും പിന്നീട് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പറയാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എനിക്ക് ഭീഷണിയുണ്ടെന്നും പിന്നെ കുട്ടികൾ ജോലി സ്ഥലത്ത് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അഞ്ജലി നിരന്തരമായിട്ട് പല വ്യക്തികൾ ഉപയോഗിച്ച് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നു. അതിൻ്റെയും ക്ലിയർ എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. ഈ 2 ദിവസത്തിനിടയിൽ ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് പല വ്യക്തികൾ മുഖാന്തരം എനിക്ക് നല്ല നേരിട്ടും അല്ലാതെയും എനിക്ക് നല്ല ഭീഷണി, മാനസിക സമ്മർദ്ദമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയൊന്നും ചാനലിന്റെ മുമ്പിൽ ഒന്നും വെളിപ്പെടുത്തുന്നില്ല എന്ന് തന്നെയാണ്. ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് മുൻപോട്ട് പോകാം. കാരണം ഞാൻ അതിനകത്ത് രക്ഷപ്പെട്ട എത്രയോ ആളുകളിൽ ഒരാൾ മാത്രമാണ്. ഇപ്പോൾ ഒത്തിരി പേര് അവർക്ക് സംഭവിച്ച ഇതും വെച്ചിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഈവൻ എൻ്റെ അഡ്വക്കേറ്റ്, അതായത് അഡോൾഫിൻ മാമച്ചനാണ്, ആ വക്കീലിൻ്റെ അടുത്ത് പോലും ഒത്തിരി ഇരയാക്കപ്പെട്ട കുട്ടികൾ സമീപിക്കുന്നുണ്ട്. ലീഗൽ അഡ്വൈസും അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഉപദേശവും അന്വേഷിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി മീഡിയയ്ക്ക് മുമ്പിൽ വെളിപ്പെടുത്താതെ അന്വേഷണ ഉദ്യോഗസ്ഥരും വക്കീലിലും ഒതുക്കാമെന്ന് വിചാരിക്കുകയാണ്. കൊച്ചിയിലെ മോഡലുകളുടെ മരണത്തിൽ ആദ്യഘട്ടത്തിൽ ഒന്നും ഉയർന്നു വരാത്ത പേരായിരുന്നു അഞ്ജലി വടക്കേപ്പുരക്കലിന്റേത്. പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ വിശദമായി നോക്കാം ആരാണ് അഞ്ജലിയെന്നും അവർക്കെതിരായി എന്തൊക്കെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെന്ന്. അഞ്ജലി റീമാദേവ്, ഔദ്യോഗിക പേര് അഞ്ജലി വടക്കേപ്പുരക്കൽ. ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ബിസിനസ് സാമ്രാജ്യം സ്വപ്നം കണ്ട കോഴിക്കോട് സ്വദേശിനിയായ ഒരു പെൺകുട്ടി. ചില സംരംഭങ്ങൾ ആരംഭിക്കുകയും അതിൽ ചിലത് വിജയിപ്പിക്കുകയും ചെയ്ത യുവതി. കഴിഞ്ഞ 30-ാം തീയതി വരെയും ഇത്തരം കാര്യങ്ങളായിരുന്നു അഞ്ജലിയെക്കുറിച്ച് കേട്ടിരുന്നത്. പക്ഷേ 30-ാം തീയതി ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അഞ്ജലി 3-ാം പ്രതിയാണ്. ഇപ്പോൾ കഥകൾ മാറി മറയുകയാണ്.
റീമ എന്നത് എൻ്റെ അമ്മയുടെ പേരാണ്. വാസുദേവൻ എന്നത് എൻ്റെ അച്ഛൻ്റെ പേരും. അങ്ങനെ ഞാൻ അഞ്ജലി റീമ ദേവായി മാറി. ജീവിതത്തിലെ ഓരോ നേട്ടത്തിലും ആളുകൾ അങ്ങനെ വിളിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ സന്തോഷിക്കണം. അത് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് അഞ്ജലി തന്നെ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പാണ്. കോഴിക്കോടാണ് അഞ്ജലി ജനിച്ചതെങ്കിലും പഠിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂരിലായിരുന്നു. 10 വർഷത്തോളം കരാട്ടെ അഭ്യസിച്ചിട്ടുണ്ട് അഞ്ജലി. 18ാമത്തെ വയസ്സിലാണ് ബിസിനസ് രംഗത്തേക്ക് വരുന്നത്. ആദ്യം ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു. പിന്നീട് സ്വയം സംരംഭങ്ങൾ ആരംഭിച്ചു. 2 സംരംഭങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്തു. മയക്കുമരുന്നിൻ്റെ ഉപയോഗം, അതിൻ്റെ വിൽപ്പന, അതിൻ്റെ പ്രധാന ഇടനിലക്കാരി. മാത്രമല്ല ചെറിയ പെൺകുട്ടികളെ വഞ്ചനയിലൂടെ വശത്താക്കി വൻകിട മുതലാളിമാർക്ക് എത്തിച്ചു കൊടുക്കുന്ന റാക്കറ്റിലെ കണ്ണി. ഇതൊക്കെയാണ് അഞ്ജലിയെക്കുറിച്ച് ഇപ്പോൾ കേൾക്കുന്നത്. പോലീസ് ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. സത്യം പുറത്തു വരട്ടെ. ക്യാമറമാൻ നന്ദകിഷോറിനൊപ്പം ശ്യാമർ ബാബു, 24 കൊച്ചി. റോയി വയലാട്ട് ഉൾപ്പെട്ട കൊച്ചിയിലെ മോഡലുകളുടെ മരണത്തിൽ ഈ ആഴ്ച കുറ്റപത്രം നൽകും. റോയി വയലാട്ടും സൈജു തങ്കച്ചനും ഉൾപ്പെടെ കേസിൽ 8 പ്രതികളാണുള്ളത്. നവംബർ 1 എറണാകുളത്ത് വെച്ച് നടന്ന ഒരു വാഹനാപകടത്തിൽ 2 മോഡലുകൾ ഉൾപ്പെടെ 3 പേർ മരണപ്പെട്ടത്. സംഭവ സമയത്ത് ഇവരെ പിന്തുടർന്നെത്തിയ ഒരു കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് സംഭവത്തിലേക്കുള്ള ദുരൂഹത കൂടുതൽ വർദ്ധിപ്പിച്ചത്. സംഭവം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഇവർ കടന്നു വന്നത് നമ്പർ 18 ഹോട്ടലിലെ ഒരു DJ പാർട്ടി കഴിഞ്ഞാണെന്ന് ദൃക്സാക്ഷികൾ മൊഴി നൽകി. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ശക്തമായതിനു പിന്നാലെ നവംബർ 16 ഹോട്ടലുടമ റോയ് വയലാട്ടിനെ പോലീസ് 11 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. നവംബർ 18 റോയ് ഉൾപ്പെടെ ഹോട്ടൽ ജീവനക്കാരായ 5 പേരുടെയും അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തി. സംഭവത്തിൽ ഏറ്റവും നിർണായകമാകുന്ന ഹാർഡ് ഡിസ്കുകളടക്കം ഒളിപ്പിച്ച കുറ്റത്തിനായിരുന്നു പോലീസിന്റെ അറസ്റ്റ്. കാർ പിന്തുടർന്ന ആളെയും തിരിച്ചറിഞ്ഞ സൈജു തങ്കച്ചൻ എന്ന വ്യക്തിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോഴും ഹോട്ടലിലുണ്ടായിരുന്ന VIP ആര് എന്ന ചോദ്യത്തിന് പോലീസിന് കൃത്യമായ ഉത്തരം ഉണ്ടായിരുന്നില്ല. പ്രതികൾ ജാമ്യം കെട്ടി പുറത്തെത്തിയെങ്കിലും നമ്പർ 18 ഹോട്ടൽ കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് ഇടപാടുകളുടെയും പീഡനങ്ങളുടെയും കഥകൾ അനുദിനം പുറത്തു വന്നു. നമ്പർ 18 ഹോട്ടൽ കേന്ദ്രീകരിച്ച് നടന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്ത കഥകളും കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. ദുരൂഹതകളും വെളിപ്പെടുത്തലുകളും ഏറെയുണ്ടായ കേസിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഹോട്ടലുടമ റോയ് വയലായിട്ടും സൈജു തങ്കച്ചനുമടക്കം 8 പ്രതികളാണുള്ളത്. 3 കുറ്റപത്രങ്ങളാണ് കേസിനോടനുബന്ധിച്ച് അന്വേഷണ സംഘം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. പ്രേരണാ കുറ്റം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ അന്വേഷണ സംഘം ഇഘട്ടത്തിൽ ചുമത്തിയിട്ടുള്ളത്. വാർത്താമഴ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. ബാബുവിനെ രക്ഷപ്പെടുത്തിയ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ വിവാദങ്ങൾ ഉണ്ടാവുകയാണ്. ഫയർഫോഴ്സിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടാണ്. ആ വാർത്തയിലേക്കാണ് ഇനി വാർത്താമഴ. ചെറാടുമലയിലെ രക്ഷാദൌത്യത്തിൽ ഫയർഫോഴ്സിനുണ്ടായത് അടിമുടി പോരായ്മ. വീഴ്ച വ്യക്തമാക്കുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് സന്ദേശം 24. ഇടുക്കിയിൽ നിന്നും വിദഗ്ധ പരിശീലനം നേടിയ 10 അംഗ സംഘം രാത്രി ചെറാടെത്തിയെങ്കിലും മല കയറാൻ കഴിഞ്ഞില്ല. ഫയർഫോഴ്സ് വാഹനം പോലീസ് തടഞ്ഞുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വ്യക്തമായ ഏകോപനം ഉണ്ടായിരുന്നുവെങ്കിൽ ഫയർഫോഴ്സിന് റെസ്ക്യൂ മിഷൻ നടത്താമായിരുന്നുവെന്നും ഈ വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നു. അതേസമയം യുവാവ് മലയിൽ കുടുങ്ങിക്കിടക്കുന്ന യഥാസമയം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചില്ലെന്ന് കാണിച്ച് പാലക്കാട് ജില്ലാ ഫയർ ഓഫീസർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടറാണ് വിശദീകരണം തേടിയത്. ചെറാടുമലയിലെ രക്ഷാദൗത്യം
ഈ ദൗത്യത്തിൽ ജില്ലാ ഫയർഫോഴ്സിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് വിശദീകരണം തേടിയിരിക്കുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടറാണ് ജില്ലാ ഫയർഫോഴ്സ് മേധാവിയോട് വിശദീകരണം തേടിയത്. ആവശ്യത്തിന് ജീവനക്കാരെ നിയോഗിച്ചില്ല, സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കിയില്ല, ഈ വിവരം മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് വിശദീകരണക്കുറിപ്പിൽ ഉള്ളത്. സംസ്ഥാന ഫയർഫോഴ്സ് മേധാവിയുടെ വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള കത്തിന് പിന്നാലെ ചില വാട്സപ്പ് സന്ദേശങ്ങളും പുറത്തു വന്നു. ഇതിൽ ജില്ലാ ഫയർഫോഴ്സ് മേധാവിയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പിലെ സന്ദേശമാണ് ചോർന്നത്. ഇടുക്കിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് രക്ഷാദൗത്യ സംഘത്തിന് മലയടിവാരത്തെത്താൻ പോലീസിന്റെ അനുമതിക്കായി കാത്തുനിൽക്കേണ്ടി വന്നു. മലയടിവാരത്ത് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ പോലും നിയോഗിച്ചിരുന്നില്ല. മലയ്ക്ക് മുകളിലേക്ക് ഫയർഫോഴ്സ് സംഘം കയറിയത് കളക്ടറുടെ അനുമതിയോടെയാണ്. ഏകോപനത്തിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് വാട്സപ്പ് സന്ദേശത്തിലെ കുറ്റപ്പെടുത്തൽ. നമുക്ക് വാഹനം എത്താൻ കഴിയുന്ന ഏറ്റവും അവസാന സ്പോട്ടിലെത്തുന്നു. അതിനൊരു 1.5 കിലോമീറ്റർ ഇപ്പുറം വെച്ചിട്ട് പോലീസ് വാഹനങ്ങൾ തടയുന്നുണ്ടായിരുന്നു. നമ്മൾ രക്ഷാപ്രവർത്തനത്തിന് വരുന്ന ആൾക്കാരില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനമായിട്ട് മുന്നോട്ട് പോകുന്ന നേരത്ത് സർക്കിൾ ഇൻസ്പെക്ടർ വന്നിട്ട് വാഹനം തടഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാർ ഞങ്ങളിങ്ങനെ ഇതിന് വന്നിരിക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പ് NDRFകാരും പോലീസിന്റെ ഹൈ ആൾട്ടിറ്റ്യൂഡ് റെസ്ക്യൂ ടീമും ആർമിയും പോയിട്ടുണ്ട്, നിങ്ങളിപ്പോൾ കയറി പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അവിടെ മുതൽ നമ്മുടെ പോരായ്മകളാണ്. പോലീസ് ഉദ്യോഗസ്ഥന്റെ അനുമതി മേടിച്ചിട്ട് റെസ്ക്യൂ ഓപ്പറേഷന് കയറി പോകേണ്ടത് നമ്മുടെ ഒരു ഗതികേടെന്ന് ആലോചിക്കണം. നമ്മൾ നേരെ വണ്ടിയായിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആർമിക്കാർ നിൽക്കുന്നു, അവർ ബൈനോക്കുലർ അടക്കമുള്ള സാധനങ്ങളായിട്ട് നിൽക്കുന്നു, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, റവന്യൂവിന്റെ ആൾക്കാരുണ്ട്. നമ്മുടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഈ റെസ്ക്യൂ ഓപ്പറേഷന് പോകാൻ ആ പാലക്കാട് പരിസരത്തു നിന്നുള്ള അവർ മുമ്പ് പോയിരുന്നു, കയറിയിരുന്നു, ഇറങ്ങിയിട്ടിരുന്നു ഒക്കെ ചെയ്തു. പക്ഷെ അവർ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അവിടുന്ന് പോകാൻ പാടുണ്ടായിരുന്നുള്ളൂ. ചെറാട് മലയിലെ രക്ഷാദൗത്യത്തിൽ ആദ്യമെത്തുന്നത് പാലക്കാട് നിന്നുമുള്ള ഫയർഫോഴ്സ് സംഘമാണ്. അവർ രാത്രിയെ വകവയ്ക്കാതെ അന്നു തന്നെ മലയിൽ കയറിയതുമാണ്. പക്ഷേ ബാബുവിനടുത്തെത്താൻ സാധിച്ചില്ല. ഇതേ തുടർന്ന് പിറ്റേ ദിവസം അവർ തിരിച്ചിറങ്ങി. പിന്നീടുണ്ടായ ഏകോപനത്തിലെ പരാജയമാണ് വിമർശന വിധേയമാവുന്നത്. സുർജിത് അയ്യപ്പത്ത്, 24 പാലക്കാട്. ചെറാട് മലയിൽ നിന്ന് സൈന്യം രക്ഷപ്പെടുത്തിയ ബാബുവിന് ഇന്ന് പിറന്നാൾ പകൽ കൂടിയായിരുന്നു. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒപ്പം കേക്ക് മുറിച്ചായിരുന്നു പിറന്നാൾ ആഘോഷം. ബാബുവിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന VK ശ്രീകണ്ഠൻ MPയുടെ പ്രഖ്യാപനമാണ് പിറന്നാൾ ദിനത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമെന്ന് ബാബുവും ഉമ്മ റഷീദയും പറയുന്നു. ചെറാട് മലയിൽ നിന്നും സൈന്യം രക്ഷപ്പെടുത്തിയ ബാബുവിൻ്റെ പിറന്നാളായിരുന്നു ഇന്ന്. 24ാം പിറന്നാൾ. കേക്ക് മുറിച്ചും വീട്ടുകാർക്കും കൂട്ടുകാർക്കുമൊപ്പം സമയം ചിലവഴിച്ചും അവൻ പിറന്നാൾ ആഘോഷിച്ചു. ബാബുവിന് സ്വന്തമായി വീടില്ല, വാടക വീട്ടിലാണ് കഴിയുന്നത്. ഇന്ന് പിറന്നാളാഘോഷത്തിനിടെ ചിലത് സംഭവിച്ചു. VK ശ്രീകണ്ഠൻ MP ആഘോഷത്തിനെത്തി. അദ്ദേഹം ചില പ്രഖ്യാപനങ്ങളും നടത്തി. വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അവർ നിഷ്കളങ്കമായ രീതിയിൽ അവരുടെ പ്രതികരണം ഞാൻ കണ്ടു. ഞങ്ങൾക്ക് ഒരു ആകെയുള്ള ഒരു സങ്കടം വീടില്ല എന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ മുമ്പാകെ വെച്ച് അവർ ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടൊരു ജനപ്രതി എന്നുള്ള നിലയ്ക്ക് എനിക്കും അവരോടൊരു മനസ്സലിവ് തോന്നി. സ്കീമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ഞാൻ തന്നെ മുൻകൈ എടുത്ത് അവർക്കൊരു വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ബാബുവിൻ്റെ ഉമ്മയോട് പറയുകയുണ്ടായി. ഏറെ ആഹ്ലാദത്തോടെയാണ് ബാബുവും ഉമ്മയും MPയുടെ പ്രഖ്യാപനത്തെ വരവേറ്റത്. സന്തോഷം ഒട്ടും മറച്ചുവെക്കാതെ
ഇരുവരും പ്രതികരിച്ചു. MP വന്ന് എനിക്കിത് വീടില്ല എന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി വീട് വെച്ച് തരുന്നതായിരിക്കും എന്നുള്ള വാഗ്ദാനം തന്നിട്ടുണ്ട്. ആദ്യത്തെ ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതായിരുന്നു. വലിയ സന്തോഷം ഉണ്ടായിരുന്നു. അവൻ്റെ ഒരു ആഗ്രഹമാണ്, കുറേ നാളത്തെ ആഗ്രഹമാണ് അവനൊരു വീട് എന്നുള്ളത്. അത് കിട്ടണം എന്ന പ്രതീക്ഷയോടെയാണ് ഞാനിരിക്കുന്നത്. ബാബുവിനെ കാണാൻ ചെറാടുമലയുടെ താഴ്വാരത്തുള്ള വാടക വീട്ടിലേക്ക് നിരവധി പേർ എത്തുന്നുണ്ട്. രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയ ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജും സംഘവും അടുത്തയാഴ്ച എത്തുമെന്നാണ് സൂചന. രക്ഷാദൗത്യത്തിന് സഹായം നൽകിയ നാട്ടുകാരെ ആദരിക്കാനും സൈന്യം തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് വിവരം. പാലക്കാട് ചെറാട് നിന്ന് കൊച്ചി കരൂരിലേക്ക് എത്തുകയാണെങ്കിൽ പോക്സോ കേസിലെ പ്രതികൾ കഞ്ചാവ് നൽകിയിരുന്ന ഒരു സ്കൂൾ കുട്ടിയെ കൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. കുട്ടിക്ക് കൗൺസിലിംഗ് നൽകിയെന്നാണ് വിവരം. കൂടുതൽ കുട്ടികൾ ഇരകളായിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കലൂർ പോക്സോ കേസിൽ ഓരോ ദിവസം കഴിയുന്തോറും ഇരയാക്കപ്പെട്ട കൂടുതൽ കുട്ടികളുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അറസ്റ്റിലായ പ്രതികൾ കഞ്ചാവ് നൽകിയിരുന്ന ഒരു സ്കൂൾ കുട്ടിയെ കൂടി ഇന്ന് തിരിച്ചറിഞ്ഞു. വിദ്യാർത്ഥിനിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. കേസിൽ കൂടുതൽ കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം. പ്രതികൾക്കൊപ്പം കാറിൽ സഞ്ചരിച്ചിരുന്ന 2 പെൺകുട്ടികളുടെ മൊഴിയിൽ നിന്നാണ് മൂന്നാമത്തെ പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. അറസ്റ്റിലായ സോണിയും ജിത്തുവും മയക്കുമരുന്ന് നൽകിയിരുന്നതായി പെൺകുട്ടി കൗൺസിലിംഗിനിടെ സമ്മതിച്ചു. ശാരീരിക ചൂഷണം ഉണ്ടായിട്ടില്ലെന്നാണ് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യം പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. കലൂർ സംഭവം വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുള്ള ലഹരി മാഫിയ സംഘത്തിന്റെ പിന്നാമ്പുറ കഥകളിലേക്കാണ് വഴി തുറന്നത്. പെൺകുട്ടികളെ കഞ്ചാവ് വിൽപ്പന സംഘത്തിലെ കണ്ണികളാക്കാൻ നീക്കം നടന്നുവെന്നാണ് കൊച്ചി DCP 24-നോട് പ്രതികരിച്ചത്. രക്ഷിതാക്കൾ ജാഗ്രത കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കലൂർ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച ബോധവൽക്കരണവും പ്രതിരോധ നടപടികളും ശക്തമാക്കാനാണ് തീരുമാനം. കോവിഡ് വ്യാപന തോത് കുറഞ്ഞതോടെ സംസ്ഥാനത്തെ സ്കൂളുകൾ സാധാരണ നിലയിലേക്ക്. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ നാളെ മുതൽ ഉച്ചവരെ ബാച്ച് അടിസ്ഥാനത്തിൽ ആരംഭിക്കും. 3ാം തരംഗം അടങ്ങിയതിനു ശേഷം സ്കൂളുകൾ വീണ്ടും തുറക്കുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തനം, എന്താണ് മാർഗരേഖയെന്ന് പരിശോധിക്കാം. സംസ്ഥാനത്തെ സ്കൂളുകൾ പഴയതുപോലെ പൂർണ്ണമായ അധ്യയനത്തിലേക്ക് മടങ്ങുന്നു. 1 മുതൽ 9 വരെ ക്ലാസുകൾ നാളെ തുടങ്ങും. മുൻപുള്ളതുപോലെ ബാച്ചുകളായി ഉച്ചവരെയായിരിക്കും ക്ലാസുകൾ. പ്രീ പ്രൈമറി ക്ലാസുകളും നാളെ തുടങ്ങും. 50% കുട്ടികളെ വെച്ചായിരിക്കും ഈ ക്ലാസുകൾ നടത്തുക. ഒന്ന് മുതൽ 9 വരെ ഉച്ചവരെ ക്ലാസുകൾ എന്ന ക്രമീകരണം 19-ാം തീയതി വരെ തുടരും. 21 മുതൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയായിരിക്കും ക്ലാസുകൾ. 10, 11, 12 ക്ലാസുകളും ഈ രീതിയിൽ മാറും. ടൈം ടേബിൾ സ്കൂൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കും. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാസം 16 മുതൽ രാവിലെ മുതൽ ഉച്ചവരെ ബാച്ച് അടിസ്ഥാനത്തിൽ നിലവിലുള്ളതുപോലെ ക്ലാസുകൾ തുടരും. 10, 11, 12 ക്ലാസുകൾ ഇപ്പോൾ തുടരുന്നത് പോലെ ഫെബ്രുവരി മാസം 19 തീയതി വരെ തുടരും. ഫെബ്രുവരി മാസം 21 മുതൽ 1 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ മുഴുവൻ കുട്ടികളെ ഉൾപ്പെടുത്തി സാധാരണ നിലയിൽ തന്നെ ക്ലാസുകൾ എടുക്കാവുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തുവാൻ വേണ്ടി പോകുന്നത്. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിൽ ഇത്തവണ വാർഷിക പരീക്ഷ ഉണ്ടാകും.
SSLC +2 മാതൃകാ പരീക്ഷ മാർച്ച് 16 തുടങ്ങും. ഇതിനു മുമ്പായി തന്നെ എല്ലാ പാഠഭാഗങ്ങളും പഠിപ്പിച്ചു തീർക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അധിക സമയമെടുത്ത് പാഠഭാഗങ്ങൾ പഠിപ്പിക്കാനാണ് നിർദ്ദേശം. ഇതോടൊപ്പം ഓൺലൈൻ ഡിജിറ്റൽ ക്ലാസുകൾ തുടരുകയും ചെയ്യും. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ പൊതു അവധി ദിവസങ്ങളല്ലാത്ത ശനിയാഴ്ചകൾ ഇനി മുതൽ പ്രവൃത്തി ദിവസമായിരിക്കും. എന്നാൽ സർക്കാരിൻ്റെ ഈ തീരുമാനത്തിനെതിരെ അധ്യാപക സംഘടനകൾ രംഗത്ത് വന്നു കഴിഞ്ഞു. KSTA ഒഴികെയുള്ള അധ്യാപക സംഘടനകളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ചൊവ്വാഴ്ച അധ്യാപക സംഘടനകളെ യോഗം വിളിച്ചിട്ട് അതിനു മുന്നേ സർക്കാർ തീരുമാനം പ്രഖ്യാപിച്ചു എന്നായിരുന്നു ഇവരുടെ പരാതി. മാത്രമല്ല, സർക്കാർ തീരുമാനം അധ്യാപകരെ അടിച്ചേൽപ്പിക്കുകയാണെന്നും ഇവർ പരാതിപ്പെടുന്നു. എങ്ങനെയാണ് കുട്ടികൾ ഒരുങ്ങുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരാളുടെ കഥയിലൂടെയാണ് നമുക്ക് അക്കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊല്ലത്ത് നിന്ന് 2ാം ക്ലാസ് വിദ്യാർത്ഥി റയാൻ എസ് അൻവർ തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് നമുക്ക് കാണാം. അയ്യോ മക്കളെ, എനിക്ക് സ്കൂളിൽ പോണ്ടേ? സ്വപ്നമായിരുന്നു. ഹായ് കൂട്ടുകാരെ, എന്റെ പേര് റയാൻ എസ് അൻവർ. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. കാരണം നാളെ എന്റെ സ്കൂൾ തുറക്കുകയാണ്. ഞാൻ ഇപ്പോൾ സ്കൂളിൽ പോകുന്നതായി സ്വപ്നം കണ്ടതേ ഉള്ളൂ. ഇനി ഞാൻ നിങ്ങളെ എൻ്റെ സ്കൂളിലോട്ട് കൊണ്ടുപോകാം. ഞാൻ 2 വർഷമായി ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂളായ സെന്റ് ജോൺസ് അഞ്ചൽ. ഞാൻ അവസാനം ഇവിടെ വന്നപ്പോൾ UKGയിലായിരുന്നു. ഇപ്പോൾ ഞാൻ 2ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ക്ലാസ് ടീച്ചർ സ്മിത മാം. മാഡം, ഉടനെ ഒന്നും എക്സാം വേണ്ട. ഇല്ല, ഉടനെ ഒന്നും എക്സാം കാണില്ല റയാൻ. ഇവൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ്. വീണ്ടും സ്കൂൾ തുറക്കുന്നതിലൂടെ എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുമിച്ച് കാണാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ ഉള്ള പഠനം കുട്ടികൾക്കും ഞങ്ങൾക്കും ഒരുപോലെ മടുത്തിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ വീണ്ടും സ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും എന്നെപ്പോലെ തന്നെ എല്ലാ അധ്യാപകർക്കും ഒരുപോലെ സന്തോഷമാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കളിസ്ഥലം. നാളെ ഞാനും സാലിഹും ആൽവിനും വൈഷ്ണവും എല്ലാവരും പിന്നെ ഇവിടെ കളിക്കും. ഇതാണ് എൻ്റെ കൂട്ടുകാരിയായ ഇസ്ന. ഇസ്നയ്ക്ക് എന്ത് തോന്നുന്നു? ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ഇത് നമുക്ക് ഇപ്പം കളിക്കാലോ. എത്ര നാളായി എൻ്റെ എല്ലാ കൂട്ടുകാരെയും കണ്ടിട്ട്. നാളെ എല്ലാരെയും ഒരുമിച്ച് കാണാം. ഞാൻ ഇന്നും ഉറക്കത്തിൽ സ്കൂൾ സ്വപ്നം കാണുമെന്നുറപ്പാണ്. വേഗം നാളെ ആയാൽ മതിയായിരുന്നു. ക്യാമറാമാൻ രാജ് കിരൺ ഞങ്ങളോടൊപ്പം 24-ന് വേണ്ടി റയാൻ എസ് അൻവർ. വാർത്താമഴ ഇനി പോകുന്നത് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്കാണ്. ഞങ്ങൾ എന്തായാലും പിള്ളേരെ വിടുന്നില്ല. ഞങ്ങൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഞങ്ങൾക്ക് സ്കൂളിലൂടെ ബന്ധങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ബന്ധങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്കൂൾ തന്നെ. എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഓൺലൈൻ ക്ലാസ് സ്കൂൾ തുറന്ന് അവർ എൻജോയ് ചെയ്യും. ജൂൺ തൊട്ട് തുടങ്ങിയാൽ മതിയല്ലോ. ഈ ഒരു മാസം കൂടെ പിള്ളേരെ ഇട്ട് എന്തിനാ കഷ്ടപ്പെടുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഇനിയിപ്പോൾ ഒരു 1.5 മാസത്തേക്കുള്ളതിൽ തുറക്കേണ്ട കാര്യമില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കുഞ്ഞു കുട്ടികളുടെ വാക്സിൻ എടുക്കാത്ത കുട്ടികളുടെ കാര്യത്തിൽ നമ്മളൊന്ന് മുൻകരുതലെടുക്കണം. ഇപ്പോഴത്തെ ക്ലാസ് അല്ലല്ലോ, ഓൺലൈൻ ക്ലാസ് അത്ര പോരാ. കുഞ്ഞുങ്ങൾ വീട്ടിൽ ഇരുന്നാലും പിള്ളേർക്ക് അത്ര പഠിത്തത്തിൽ ശ്രദ്ധയില്ല, കളിയില്ലാണ്. പിള്ളേർ പോയി കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാവരും കൂടെ ചേരുമ്പോൾ മാസ്ക് എടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യത്തില്ലേ. സ്കൂൾ
തുറക്കുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. കുട്ടികളെ മൊബൈൽ കളി കുറെ കുറഞ്ഞിട്ട്. ഇല്ല, ഒരു പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഓൺലൈനാകുമ്പോൾ ഓഫ്ലൈനാകുമ്പോൾ പോവാൻ ഇഷ്ടമാണ്. വീട്ടിലാകുമ്പോൾ പഠിക്കില്ല. എന്താണ് ഏത് നേരം ഫോണിലാണ് കളി. സ്കൂളിൽ പോകുന്നത് നല്ലേ. സ്കൂളിൽ പഠിക്കുമ്പോൾ മക്കൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിനൊരു പരിധിയുണ്ട്. ക്ലാസ്സിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് ഫോണിൽ അത്ര നേരം നോക്കിയിരിക്കാൻ പറ്റില്ല. 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവും. പൂർണ്ണമായും പഠിക്കാനൊന്നും പറ്റില്ലല്ലോ. അവര് വേറെ ഫോണിൽ കളീൻ്റെ ഇതിലേക്ക് ആയിപ്പോയി. സ്കൂളിൽ നിന്ന് കിട്ടുന്ന അതുപോലെ തന്നെ ക്ലാസ് ഒന്നും മര്യാദക്ക് കിട്ടാണ്ടും ഇതാക്കാണ്ടും ഒക്കെ പരീക്ഷയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് എഴുതാനൊക്കെ. കുറച്ച് സമയം കുട്ടികൾ മൊബൈലിൽ കളിക്കും, TV കാണും ചെയ്താൽ ഭൂരിപക്ഷം ടൈമും പഠനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിട്ട് മാറും സ്കൂൾ തുറന്നായിട്ട്. ഇപ്പൊ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാം കൂടി നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അധ്യാപകര് ഒരുപാട് തവണ മെസ്സേജുകൾ അയക്കുമ്പോൾ മാത്രം 1-2 തവണ അവര് നോട്ട് കവർ ചെയ്തിട്ട് അയക്കാൻ നോക്കണുള്ളൂ. അതുവരെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാതെ തന്നെയാണ് മക്കൾ ഇരിക്കുന്നത്. ഈ കോവിഡിനോടൊപ്പം നീങ്ങുക എന്നുള്ളതാണ് ഇനിയുള്ളത്. വീട്ടിൽ മാത്രമാകുമ്പോൾ പേരൻസിനും അതൊരു ബുദ്ധിമുട്ടല്ലേ. ജോലിക്ക് പോകാനും അല്ലാണ്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികളുമായിട്ടുള്ളൊരു മിംഗ്ലിംഗ് ഉണ്ടാവും. അവർക്ക് കളിക്കാനും പഠിക്കാനും എല്ലാം ഉണ്ടാവുമല്ലോ. സ്കൂളുകൾ അധ്യയനത്തിന് സജ്ജമായോ എന്നതായിരുന്നു വാർത്താമഴ ഓപ്പൺ പോളിൽ ചോദിച്ച ചോദ്യം. ആ ചോദ്യത്തോട് എങ്ങനെയാണ് പ്രേക്ഷകർ പ്രതികരിച്ചിരിക്കുന്നത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ഉന്മേഷ്, എന്താണ് പ്രേക്ഷകരുടെ കൂടുതൽ പ്രേക്ഷകരും പ്രതികരിച്ചത്? സ്കൂളുകൾ സജ്ജം എന്നുള്ളതാണ്. അധ്യയനത്തിന് സജ്ജമാണ് സ്കൂളുകൾ എന്ന് 62% പ്രേക്ഷകർ വിജയകുമാർ അഭിപ്രായപ്പെട്ടു. അതേസമയം സജ്ജമല്ല എന്ന് അഭിപ്രായപ്പെട്ടത് 38% മാത്രമാണ്. എന്തായാലും നാളെ സ്കൂളുകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം തുറക്കുകയാണ്. സ്കൂളുകളിലേക്ക് നാളെ മുതൽ കുട്ടികൾ എത്തുന്നു. 21 മുതൽ പൂർണ്ണതോതിൽ സ്കൂളുകൾ പ്രവർത്തിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാന വാർത്ത വരുന്നു. അതെ, അയർലൻഡുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അയർലൻഡിന്റെ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു. ഓൺലൈനായി ചേർന്ന ദേശീയ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. അഹമ്മദ് ദേവർകോവിൽ ചെയർമാനായി 6 അംഗ അഡ്ഹോക് കമ്മിറ്റി നിയമിച്ചു. AP അബ്ദുൽ വഹാബിനെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. സമവായ നീക്കം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ. നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കില്ല എന്നാണ് AP അബ്ദുൽ വഹാബ് 24നോട് പറഞ്ഞത്. മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന സംസ്ഥാന കൗൺസിലിനെ തിരിച്ചുവിടാൻ ദേശീയ കമ്മിറ്റിക്ക് അധികാരമില്ല. ഇത് ഭരണഘടനാ ലംഘനമാണ്. ഈ തീരുമാനത്തെ തള്ളിക്കളയുന്നു. സംസ്ഥാന കൗൺസിൽ വിളിച്ചുകൂട്ടി ഭാവി കാര്യങ്ങൾ തീരുമാനിക്കും, പ്രഖ്യാപിക്കും. അഖിലേന്ത്യാ കമ്മിറ്റി കേരള വിഷയത്തിൽ കേരള കമ്മിറ്റിയുമായി ആലോചിച്ച് മാത്രം നടപടിയെടുക്കുക എന്നാണ് ആ കരാറിൽ ഉണ്ടായിരുന്നത്. ആ കരാറിന്റെ വളരെ കൃത്യമായ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുമിച്ച് കൊണ്ടുപോകാൻ 5 അംഗങ്ങളുടെ 10 അംഗങ്ങളുടെ കമ്മിറ്റി, 5 പേർക്ക് വീതമുള്ള 10 അംഗങ്ങളുടെ കമ്മിറ്റി രൂപീകരിച്ച് ചർച്ച ചെയ്ത് സമവായത്തിലെത്തണം എന്ന് തീരുമാനിച്ചതാണ്. അതും ലംഘിക്കപ്പെട്ടു. VS രഞ്ജിത്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി വാർത്താമഴയിൽ ചേരുന്നു. രഞ്ജിത്ത്, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഈ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ തീരുമാനം തള്ളിക്കളയുകയാണ് സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ. INL ഏത് വഴിക്കാണ് നീങ്ങുന്നത്? ഒരു പിളർപ്പ് ഏതാണ്ട് ഉറപ്പിക്കാമെന്ന ഘട്ടത്തിലേക്ക് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം എത്തിയെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, തീർച്ചയായിട്ടും CPM ഇനി ഒരു കടുംവെട്ടി വെട്ടിയില്ല എങ്കിൽ, CPM ഒരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ ഇത് പൂർണ്ണമായും വിഭജനത്തിലേക്ക് പോകും എന്ന് തന്നെയാണ്. ഇതിനു മുമ്പ് ഇതേപോലെ സമാനമായ പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ CPM ഇടപെടുകയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരു സമവായ നീക്കം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ആ സമവായ നീക്കത്തിൽ നിന്ന് ഫലം കാണാതെ വന്നപ്പോഴാണ് ഇപ്പോൾ അഖിലേന്ത്യാ കമ്മിറ്റി ഇടപെട്ട് സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിടാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കൗൺസിലും പിരിച്ചുവിട്ടിരിക്കുന്നു. സംസ്ഥാന ഭാരവാഹികൾ, സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെ, അതായത് അബ്ദുൽ വഹാബും കാസിം ഇരിക്കൂറും ഉൾപ്പെടെയുള്ള കമ്മിറ്റിയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. കാസിം ഇരിക്കൂറിന് ഉൾപ്പെട്ട കമ്മിറ്റി പിരിച്ചുവിട്ടുവെങ്കിൽ കൂടി കാസിം ഇരിക്കൂറിന്റെ ഭാഗത്താണ് ഇപ്പോൾ അഹമ്മദ് ദേവർകോവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന 7 അംഗ അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുന്നത് മന്ത്രി അഹമ്മദ് ദേവർകോവിന്റെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് തന്നെ കാസിം ഇരിക്കൂർ വിഭാഗത്തിന്റെ മേൽക്കോയ്മയാണ് പാർട്ടിയിലുള്ളത്. ഈ ഒരു തീരുമാനത്തെ അതുകൊണ്ട് തന്നെ അംഗീകരിക്കില്ല എന്നാണ് അബ്ദുൽ വഹാബ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അബ്ദുൽ വഹാബ് പരസ്യമായി പറയുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉണ്ടാക്കിയ സമവായ നീക്കത്തിന് വിഭിന്നമായിട്ടുള്ള തീരുമാനം അഖിലേന്ത്യാ നേതൃത്വം ഇടപെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ തീരുമാനത്തെ അംഗീകരിക്കില്ല എന്ന് വഹാബ് പറയുന്നു. ഏതായാലും ഈ തുടർഭരണം കിട്ടിയ ശേഷം LDFന്റെ ഭാഗമായിട്ടുള്ള INL കാസിം ഇരിക്കൂറും വഹാബും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. ആദ്യം പാർട്ടി കമ്മിറ്റികൾക്കുള്ളിൽ ഏറ്റുമുട്ടി, പിന്നീട് എറണാകുളത്ത് ചേർന്ന യോഗത്തിൽ 2 വിഭാഗങ്ങളും പരസ്യമായി ഏറ്റുമുട്ടി. അതിനുശേഷമാണ് സമവായ നീക്കം നടന്നത്. ആ സമവായ നീക്കവും പരാജയപ്പെട്ടതോടുകൂടി ഇപ്പോൾ പാർട്ടി പൂർണ്ണമായ വിഭജനത്തിലേക്ക് എന്നതാണ് ഇപ്പോൾ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ തീരുമാനത്തോടുകൂടി
വന്നിരിക്കുന്നത്. വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. രഞ്ജിത്ത്, എന്തായാലും നോക്കാം നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് കൃത്യമായി നമുക്ക് നിരീക്ഷിക്കാം അല്ലേ? മറ്റു വാർത്തകളിലേക്ക്. അതെ, വി എസ് രഞ്ജിത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. കോടതി ഉത്തരവുമായി എത്തിയ MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ്, മുൻ വൈസ് പ്രസിഡന്റാണ് PP ഷൈജലിനെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ല. യോഗസ്ഥലത്തേക്ക് ഷൈജലിനെ പ്രവേശിപ്പിച്ചില്ല. വീണ്ടും കോടതിയെ സമീപിക്കുമെന്നാണ് ഷൈജൽ പ്രതികരിച്ചത്. MSFന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഹബീബ് സെന്റർ, ഇവിടെയായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് നടന്നത്. വരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ചർച്ച ചെയ്യുകയും സംഘടനയ്ക്കകത്ത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും തന്നെയായിരുന്നു പ്രധാന അജണ്ട. എന്നാൽ ഇതിനിടയിലാണ് ഒരു ആന്റി ക്ലൈമാക്സ്. സംസ്ഥാന അധ്യക്ഷൻ PK നവാസിന്റെ അധ്യക്ഷതയിൽ യോഗം പുരോഗമിക്കുമ്പോൾ ഒരു വില്ലനെത്തുകയാണ്. പഴയ സംസ്ഥാന ഉപാധ്യക്ഷൻ. അത് വെറും വരവായിരുന്നില്ല, ഒരു കോടതി ഉത്തരവോടെയാണ് എത്തിയത്. ആ എത്തിയതിനു ശേഷമുള്ള കാഴ്ച ഇങ്ങനെയായിരുന്നു. ഹരിത വിവാദം വീണ്ടും സജീവമാക്കി MSFനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ഷൈജലിന്റെ ലക്ഷ്യമെന്നത് വ്യക്തമാണ്. ഈ രാജ്യത്തിന്റെ കോടതികളെ സമീപിച്ചുകൊണ്ട് വാങ്ങിച്ചൊരു ഉത്തരവിനെയാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. അതിനെ അതിനെ വീണ്ടും ഈ കോടതി അലക്ഷ്യ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. എന്നാൽ ഷൈജലിന് മറുപടി പറയാതെ ഇതിനെ നിയമപരമായി നേരിടാൻ ഒരുങ്ങുകയാണ് MSF. ഇതിൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമാണ് കക്ഷി എന്നതുകൊണ്ട് തന്നെ അതിന് ലീഗ് നേതൃത്വത്തിൻ്റെ ശക്തമായ പിന്തുണയുമുണ്ട്. വാർത്താമഴയിൽ ഇനി തലക്കെട്ടുകൾ നോക്കാം. മിന്നലായി സ്കൂൾ തുറക്കലിന് പുതുക്കിയ മാർഗരേഖ. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ നാളെ മുതൽ. 21 മുതൽ പൂർണ്ണതോതിൽ അധ്യയനം. വാർഷിക പരീക്ഷകളിൽ മാറ്റമില്ല. SSLC, +2 മോഡൽ പരീക്ഷകൾ മാർച്ച് 16 മുതൽ. ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കിയതിൽ എതിർപ്പുമായി KSTA ഒഴികെയുള്ള അധ്യാപക സംഘടനകൾ. പാലക്കാട് ചെറാടുമലയിലെ രക്ഷാപ്രവർത്തനത്തിൽ ജില്ലാ ഫയർഫോഴ്സിനെതിരെ ഗുരുതര ആരോപണം. ഇടുക്കിയിൽ നിന്നെത്തിയ വിദഗ്ധ സംഘത്തിന് സഹായം ലഭിച്ചില്ല. ഏകോപനത്തിലും വീഴ്ച. ഫയർഫോഴ്സ് ജീവനക്കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ സന്ദേശം പുറത്ത്. 48 മണിക്കൂറിനകം ജില്ലാ ഫയർ ഓഫീസർ വിശദീകരണം നൽകണം. കണ്ണൂർ തോട്ടടയിൽ ബോംബേറിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ വഴിത്തിരിവ്. കൊല്ലപ്പെട്ട ജിഷ്ണു ബോംബുമായി എത്തിയ സംഘത്തിലെ അംഗം. സംഘർഷത്തിൽ കലാശിച്ചത് വിവാഹ വീട്ടിലെ തർക്കം. സംഘത്തിന്റെ ദൃശ്യങ്ങൾ 24-ന്. മൃതദേഹം മാറ്റിയത് വൈകിയെ എന്നതിനെ ചൊല്ലി തോട്ടടയിൽ CPIM കോൺഗ്രസ് തർക്കം. അച്ചടക്കലംഘനം ആരോപിച്ച് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ KPCC നേതൃത്വം. പാർട്ടിയുടെ നിർണായക തീരുമാനങ്ങൾ പരസ്യപ്പെടുത്തുന്നുവെന്ന് വിമർശനം. വാർത്ത അടിസ്ഥാനരഹിതമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. വിവാദങ്ങൾ മാധ്യമ സൃഷ്ടിയെന്ന് രമേശ് ചെന്നിത്തല. നമ്പർ 18 ഹോട്ടലുടമ റോയി വയലാട്ട് ഉൾപ്പെട്ട പോക്സോ കേസിൽ വിശദീകരണവുമായി കൂട്ടുപ്രതി അഞ്ജലി. കേസ് കെട്ടിച്ചമച്ചതെന്ന ആരോപണം. മകളെ വരെ വെച്ചിട്ട് എന്റെ നേർക്ക് ഇല്ലാത്ത അലിഗേഷൻസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. മറുപടിയുമായി പരാതിക്കാരി. ആരോപണങ്ങൾക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധമില്ല. എന്റെ ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, ആ ആഭരണം ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. കാരണം അത് ഞാൻ പണയം എടുത്തു. അന്നത് അവർ അവരുടെ പേരിൽ തന്നെയായിരുന്നു പണയം വെച്ച് തുക കൈമാറുന്നത്. പിന്നെ കൃത്യമായ എവിഡൻസ്. ഇപ്പൊ നമുക്ക് ഞാൻ പറയട്ടെ, ഈ സാമ്പത്തികം എന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിലുള്ളതാണ്. അതും ഇതും തമ്മിൽ ഒരു എന്താ പറയാ ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. മോഡലുകളുടെ അപകട മരണക്കേസിൽ കുറ്റപത്രം ഉടൻ നൽകും. ഹിജാബ് ധരിക്കാൻ അനുമതി തേടിയുള്ള ഹർജി കർണാടക ഹൈക്കോടതിയുടെ വിശാല ബെഞ്ച് നാളെ പരിഗണിക്കും. വാദം കേൾക്കുക ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച്. സംഘർഷമുണ്ടായ ഉടുപ്പിയിൽ നാളെ മുതൽ ഒരാഴ്ചത്തേക്ക് നിരോധനാജ്ഞ. പ്രതിഷേധ പ്രകടനങ്ങൾക്ക് കർശന വിലക്ക്. CITU ഉപരോധത്തെ തുടർന്ന് കട തുറക്കാനാകുന്നില്ലെന്ന പരാതിയുമായി കണ്ണൂർ മാതമംഗലത്തെ വ്യാപാരി. കോടതി നിർദ്ദേശത്തിൽ പോലീസ് സുരക്ഷ ഉണ്ടായിട്ടും രക്ഷയില്ലെന്ന് റബീഹ്. പരാതിയിൽ കഴമ്പില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കടയടപ്പിച്ചത് ലൈസൻസ് ഇല്ലാത്തതിനാലെന്ന് വിശദീകരണം.
മലപ്പുറത്തുനിന്ന് കാണാതായ നവവധുവിന്റെ മൃതദേഹം പുഴയിൽ കണ്ടെത്തി. വള്ളിക്കുന്ന് സ്വദേശി ആര്യയുടെ മൃതദേഹം കണ്ടെത്തിയത് കോട്ടക്കടവ് പുഴയിൽ. ആര്യയെ കാണാതായത് ഇന്നലെ വൈകിട്ട്. കക്കുടി സ്വദേശിയായ ശാശ്വതമായി ആര്യയുടെ വിവാഹം കഴിഞ്ഞത് തിങ്കളാഴ്ച. INL സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടു. AP അബ്ദുൽ വഹാബിനെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി. അഹമ്മദ് ദേവർഗോവിൽ ചെയർമാനായി 6 അംഗ അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നു. സമവായ നീക്കം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ. ഹരിത നേതൃത്വത്തിന് പരസ്യ പിന്തുണ നൽകിയതിന് പുറത്താക്കിയ PP ഷൈജലിനെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുപ്പിക്കാതെ MSF. ഷൈജൽ യോഗത്തിനെത്തിയത് പുറത്താക്കിയ നടപടി സ്റ്റേ ചെയ്ത കോടതി ഉത്തരവുമായി. ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചിട്ടില്ലെന്ന് MSF. നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയെന്ന് ഷൈജൽ. ആലുവ ദേശീയപാതയിൽ കാർ കടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. കാറിലുണ്ടായിരുന്ന പ്രായപൂർത്തിയാകാത്ത 5 കുട്ടികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആലപ്പുഴ ദേശീയപാതയിൽ ലോറി ഇടിച്ച് 2 മരണം. അപകടം പിക്കപ്പ് വാനിന്റെ ടയർ മാറ്റുന്നതിനിടെ. മുണ്ടക്കയത്ത് കോരുത്തോട് കാർ വീടിന് മുകളിലേക്ക് വീണ ഒരാൾ മരിച്ചു. കുർബാന ഏകീകരണ വിഷയത്തിൽ എറണാകുളം ബിഷപ്പ് ഹൌസിന് മുന്നിൽ പ്രതിഷേധം. ആരാധനാക്രമം ഏകീകരിക്കണമെന്ന് സഭാ സംരക്ഷണ സമിതി. സിനഡ് തീരുമാനം നടപ്പാക്കാൻ കഴിയില്ലെങ്കിൽ മെത്രാപ്പൊലീത്ത ആന്റണി കരിയലിനെ മെത്രാപ്പൊലീത്തൻ വികാരി എന്ന പദവിയിൽ നിന്ന് മാറ്റണമെന്നും പ്രതിഷേധക്കാർ. സംസ്ഥാനത്ത് കോവിഡ് കണക്കുകളിൽ വലിയ ആശ്വാസം. പുതിയ കേസുകൾ 11,136 മാത്രം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18.43% താഴ്ന്നു. 24 മണിക്കൂറിനിടെ 11 മരണം. സംസ്ഥാനത്താകെ കോവിഡ് മരണം 62,199. തിരുവനന്തപുരം അമ്പലമുക്കിൽ നഴ്സറി ജീവനക്കാരിയെ കഴുത്തറുത്ത് കൊന്ന പ്രതി ഇരിങ്ങാലക്കുടയിലും കൊലപാതകം നടത്തിയതായി സംശയം. കോമ്പാറിൽ ആനിസ് എന്ന സ്ത്രീ കൊല്ലപ്പെട്ടതും അമ്പലമുക്ക് കൊലപാതകത്തിന്റെ രീതിയിൽ. കേസിൽ രാജേന്ദ്രന് പങ്കുണ്ടോ എന്നത് പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച്. കാസർഗോഡ് ഉളിയത്തടുക്കയിൽ പെട്രോൾ പമ്പിന് നേരെ ആക്രമണം. ഒരു സംഘം യുവാക്കളുടെ പരാക്രമം. അബ്ദുൾ അസീസിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന പമ്പിന് നേരെ. പെട്രോൾ കടം നൽകാത്തതിനാലാണ് ആക്രമിച്ചതെന്ന് അസീസ്. 2 പേർ പിടിയിൽ. പാലക്കാട് മുതലമടയിൽ മനുഷ്യന്റെ തലയോട്ടി കണ്ടെത്തി. സ്ഥലത്തെത്തി പരിശോധന നടത്തി പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും. തലയോട്ടി ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. തലയോട്ടി കണ്ടെത്തിയത് 2 യുവാക്കളെ പ്രദേശത്ത് നിന്ന് കാണാതായതിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ. ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി പ്രദേശത്ത് നിന്ന് പുരാവസ്തുക്കൾ കണ്ടെടുത്തു. അവശിഷ്ടങ്ങൾ കണ്ടത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭൂമി കുഴിച്ചപ്പോൾ. പ്രദേശത്തെ ഭൂമിക്കടിയിൽ കൂടുതൽ പുരാവസ്തുക്കളുണ്ടെന്ന് നിഗമനം. ആർക്കിയോളജി വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴ മുന്നറിയിപ്പ് തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. ഉത്തർപ്രദേശിൽ BJP സർക്കാരുള്ളപ്പോൾ നീതി കിട്ടില്ലെന്ന ഉന്നാവ് പെൺകുട്ടി. സർക്കാരിന്റെ വേട്ടയാടൽ തുടരുകയാണെന്നും പെൺകുട്ടി 24നോട്. ജയിലിലിരുന്ന കുൽദീപ് സിംഗ് സെൻഗാർ അധികാരികളെ നിയന്ത്രിക്കുന്നുവെന്നും രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും നൽകിയ പരാതികൾ വെറുതെയായെന്നും പെൺകുട്ടി. ഉത്തർപ്രദേശിൽ 2ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 55 മണ്ഡലങ്ങൾ വിധിയെഴുതും. ഗോവയിലും ഉത്തരാഖണ്ഡിലും നാളെ വോട്ടെടുപ്പ്. ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യം ഗോവയിൽ BJPക്കും കോൺഗ്രസിനും വെല്ലുവിളി. രാഹുൽ ഗാന്ധിക്കായി ജീവൻ ബലിയർപ്പിക്കാനും തയ്യാറെന്ന് പ്രിയങ്ക ഗാന്ധി. IPL ലേലത്തിൽ 2ാം ദിനത്തിൽ പൊന്നും താരമായി ലിവിങ്സ്റ്റൺ. ഇംഗ്ലീഷ് താരത്തെ പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയത് 11.5 കോടി രൂപയ്ക്ക്. അജിങ്ക്യ രഹാന 1 കോടി രൂപയ്ക്ക് കൊൽക്കത്തയിൽ. മലയാളി താരം വിഷ്ണു വിനോദ് ഹൈദരാബാദിൽ. കരുൺ നായർ രാജസ്ഥാനിലെത്തിയത് 1,40 ലക്ഷം രൂപയ്ക്ക്. ലേലത്തിൽ വിറ്റുപോകാതെ ഒയിൻ മോർഗനും ആരോൺ ഫിഞ്ചും കുൾട്ടർലൈനും. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസ് 1.5 ലക്ഷത്തിൽ താഴെയായി. 24 മണിക്കൂറിനിടെ 44,877 പേർക്ക് പുതുതായി രോഗബാധ. 684 പേർക്ക് ജീവൻ നഷ്ടമായി. TPR 3.17% താഴ്ന്നു. രാജ്യത്താകെ വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 172.81 കോടിയായി. രാജസ്ഥാനിൽ ഡൽഹി സ്വദേശിയായ യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. പീഡനശേഷം യുവതിയെ കെട്ടിടത്തിൽ നിന്ന് മുകളിൽ നിന്ന്
തള്ളിയിട്ട് കൊല്ലാനും ശ്രമം. യുവതിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചെന്ന് പോലീസ്. യുദ്ധഭീതിക്കിടെ യുക്രൈനിൽ നിന്ന് തിരികെ പോരാൻ പൗരന്മാരോട് ആവശ്യപ്പെട്ട് കൂടുതൽ രാജ്യങ്ങൾ. യുക്രൈൻ യുദ്ധത്തിന്റെ വക്കിലെന്ന് ബ്രിട്ടനും ജർമ്മനിയും ഇറ്റലിയും. ആക്രമിച്ചാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് റഷ്യയ്ക്ക് അമേരിക്കയുടെ മുന്നറിയിപ്പ്. അതിർത്തിയിൽ റഷ്യ സേനാ വിന്യാസം ശക്തിപ്പെടുത്തിയെന്ന് റിപ്പോർട്ടുകൾ. മിന്നൽ തലക്കെട്ടുകൾക്ക് ശേഷം മറ്റ് പ്രധാന വാർത്തകളിലേക്ക് വാർത്താമഴ കടക്കുന്നു. ഹിജാബ് വിവാദ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉടുപ്പിയിലെ സ്കൂളുകളുടെ 200 മീറ്റർ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നാളെ രാവിലെ 6 മുതൽ ശനിയാഴ്ച വൈകുന്നേരം 6 വരെയാണ് നിരോധനാജ്ഞ. പ്രതിഷേധ പ്രകടനവും പ്രസംഗങ്ങളും മുദ്രാവാക്യങ്ങളും ഒക്കെ കർശനമായി വിലക്കിയിട്ടുണ്ട്. ഹിജാബ് വിവാദങ്ങളെ തുടർന്നുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കർണാടകയിൽ കനത്ത സുരക്ഷയാണ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഷിമോഗയ്ക്കും ബംഗളൂരുവിനും പുറമെ ഉടുപ്പിയിലും ഇന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ സ്കൂളുകൾക്കു സമീപമുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഇപ്പോൾ വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത്. കർണാടക ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് സ്കൂളുകൾ നാളെ മുതൽ തുറക്കും. ആദ്യഘട്ടത്തിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളായിരിക്കും പുനരാരംഭിക്കുക. പിന്നീട് സാഹചര്യം വിലയിരുത്തിയ ശേഷം ബുധനാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിലായിരിക്കും കോളേജുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അന്തിമമായ തീരുമാനമെടുക്കുക. ഈ വിഷയത്തിൽ നാളെ നിർണായക ദിനമാണ്. ഹിജാബ് നിരോധനത്തിനെതിരെ ഉടുപ്പി PU കോളേജിലെ വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജികൾ നാളെ കർണാടക ഹൈക്കോടതിയുടെ വിശാല ബെഞ്ച് വീണ്ടും പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥി അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് വാദം കേൾക്കുക. ഹിജാബ് നിരോധിച്ച തീരുമാനത്തിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്നാണ് ഹർജി സമർപ്പിച്ച വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ സന്ദേശങ്ങൾ നാളെ കോടതിയിൽ തെളിവായി ഹാജരാക്കുമെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഹർജി പരിഗണിച്ച് വാദം കേട്ടതിന് ശേഷം കോടതി എന്തായിരിക്കും അന്തിമമായി തീരുമാനമെടുക്കുക എന്നുള്ളത് വിഷയത്തിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമാകും. അടുത്ത വാർത്തയിലേക്ക്. കണ്ണൂർ മാതമംഗലത്ത് CITU ഉപരോധത്തെ തുടർന്ന് ഹാർഡ്വെയർ കട തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ആകുന്നില്ലെന്ന് കടയുടമ റബീഹ് മുഹമ്മദ്. നോക്കുകൂലി തർക്കം കാരണമാണ് 70 ലക്ഷം മുടക്കി ആരംഭിച്ച സംരംഭത്തിന് താഴ്വീഴാൻ പോകുന്നത് എന്ന് റബീഹ് പറയുന്നു. ഒരു ലൈസൻസ് ഉപയോഗിച്ച് 3 സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിച്ചതുകൊണ്ടാണ് പഞ്ചായത്ത് കടയടപ്പിച്ചതെന്നാണ് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് പ്രതികരിച്ചത്. വ്യാപാര സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്നത് തടഞ്ഞിട്ടില്ല എന്ന് എരമംകുറ്റൂർ പഞ്ചായത്ത് സെക്രട്ടറിയും ഇന്ന് വ്യക്തമാക്കി. എന്താണ് മാതമംഗല വിവാദമെന്ന് സജു ദേവസ്യ വ്യക്തമാക്കും. CITU ഉപരോധത്തെ തുടർന്ന് കണ്ണൂർ മാതമംഗലത്തെ SR അസോസിയേറ്റ്സ് എന്ന ഹാർഡ്വെയർ സ്ഥാപനം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ലെന്നാണ് കടയുടമ റബീഹ് മുഹമ്മദിന്റെ പരാതി. 6 മാസം മുൻപ് 70 ലക്ഷം രൂപ നിക്ഷേപത്തിൽ ആരംഭിച്ച സംരംഭം കഴിഞ്ഞ ഒരാഴ്ചയായി അടഞ്ഞുകിടക്കുകയാണെന്ന് കടയുടമ പറയുന്നു. കടയിലെ കയറ്റിറക്കിന് സ്വന്തം തൊഴിലാളികളെ ഉപയോഗിക്കാൻ ഹൈക്കോടതിയിൽ നിന്ന് കടയുടമ അനുകൂല ഉത്തരവ് സമ്പാദിച്ചിരുന്നു. ഇതോടെയാണ് തർക്കങ്ങളുടെ തുടക്കം. സ്ഥാപനത്തിൽ എത്തുന്ന കസ്റ്റമേഴ്സിനെ CITU യൂണിയൻ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുന്നു. കടയുടമയും നിരന്തര ഭീഷണി നേരിടുന്നു. സമരം എന്ന് വെച്ചാൽ വരുന്ന കസ്റ്റമറെ ഭീഷണിപ്പെടുത്തിയിട്ട് തിരിച്ചയക്കുക, അഥവാ സാധനം വാങ്ങിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ തല്ലുക, ഇതാണ് ഇപ്പോൾ അവർ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പം കട തുറക്കാനുള്ളൊരു വഴിയും കാണുന്നില്ല. കാരണം നല്ല ഭീഷണി എനിക്കുണ്ട്. CITU യൂണിയൻ പ്രവർത്തകരായ ചുമട്ടുതൊഴിലാളികളെ കയറ്റിറക്കിന് നിയമിക്കണമെന്നാണ് യൂണിയന്റെ ആവശ്യം. ഇതിന് കടയുടമ വഴങ്ങാത്തതാണ് പ്രശ്നങ്ങളുടെയെല്ലാം ആധാരം. CITU ചുമട്ടുതൊഴിലാളികളെ കയറ്റിറക്കിന് നിയോഗിക്കാതെ തർക്കങ്ങൾ അവസാനിക്കില്ല, സമരം അവസാനിപ്പിക്കില്ല എന്നാണ് യൂണിയന്റെ നിലപാട്. തർക്കം തുടങ്ങിയ അന്നു മുതൽ
CITU യൂണിയൻ കടയ്ക്ക് മുൻപിൽ പന്തൽ കെട്ടി സമരം തുടരുകയാണ്. തർക്കങ്ങളും സംഘർഷങ്ങളും ഇതിനിടെ പല തവണ നടന്നു. എന്നാൽ സംരംഭം പൂട്ടേണ്ട സ്ഥിതിയെന്ന പരാതിയിൽ തൊഴിൽ മന്ത്രി വ്യത്യസ്തമായ ഒരു വാദമാണ് ഉന്നയിക്കുന്നത്. ഒരു സ്ഥാപനം നടത്താനാണ് കടയുടമ ലൈസൻസ് നേടിയത്. ഈ ലൈസൻസ് ഉപയോഗിച്ച് 3 വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിച്ചുവെന്നും അതുകൊണ്ടാണ് പഞ്ചായത്ത് കടയടപ്പിച്ചതെന്നുമാണ് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് നടത്തിയ വിശദീകരണം. നിലവിൽ സ്ഥാപനം അടച്ചിട്ടിരിക്കുന്നത് തൊഴിൽ തർക്കം കാരണമല്ല, പഞ്ചായത്ത് നോട്ടീസ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു സ്ഥാപനത്തിന് വേണ്ടി ലൈസൻസ് എടുക്കുകയും അതേ പേരിൽ തന്നെ 3 സ്ഥാപനങ്ങൾ അവർ നടത്തുകയും ചെയ്യുന്നുണ്ട്. പ്രസ്തുത വിഷയം പഞ്ചായത്തിന് മുന്നിൽ പരാതിയുമായി എത്തുകയും അത് പരിശോധിച്ച് ശരിയാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനം അടയ്ക്കുന്നതിന് നോട്ടീസ് നൽകുകയും ചെയ്തുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊഴിൽ മന്ത്രിയുടെ വാദം പച്ചക്കള്ളമെന്നാണ് കടയുടമയുടെ വിശദീകരണം. വ്യാപാര സ്ഥാപനം നടത്തുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള വിലക്കില്ലെന്ന് എരമംകുറ്റൂർ പഞ്ചായത്ത് സെക്രട്ടറിയും വിശദീകരിക്കുന്നു. ലൈസൻസ് ഇതുവരെയും റദ്ദാക്കിയിട്ടില്ലെന്നും പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി. തൊഴിലവകാശ സമരത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നാണ് CITUവിന്റെ ഇതുവരെയുള്ള നിലപാട്. വ്യവസായ സൗഹൃദ കേരളമെന്ന സർക്കാരിന്റെ അവകാശവാദങ്ങൾക്കിടെയാണ് ഇവിടെ ഒരു വ്യാപാര സ്ഥാപന ഉടമയ്ക്ക് ഈ ദുർഗതി. ഗോവ ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെ. ഉത്തരാഖണ്ഡിൽ അധികാരം നിലനിർത്താൻ BJPയും തിരിച്ചുവരാൻ കോൺഗ്രസും ശക്തമായ പ്രചാരണമാണ് നടത്തിയത്. ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യം ഗോവയിൽ BJPക്കും കോൺഗ്രസിനും ശക്തമായ വെല്ലുവിളിയാണ്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ നാളെ വിധിയെഴുതുകയാണ്. 55 മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിൽ നാളെ ബൂത്തിലെത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ തവണ ഈ 55-ൽ 38 BJP വിജയം നേടിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. BJPയെ സംബന്ധിച്ച് അധികാരത്തിൽ തിരിച്ചെത്തുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത അജണ്ടയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് ഇത് അനിവാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് വളരെ ശക്തമായിട്ടുള്ള പ്രചരണം BJP നടത്തിയത്. 38 മണ്ഡലങ്ങളിൽ അവർക്ക് വിജയത്തിൽ കുറഞ്ഞൊന്നും നേടുക ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ പോലും അല്ലെങ്കിൽ ആലോചിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. സമാജ്വാദി പാർട്ടി 5 വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിൽ നിന്നും പുറത്തുപോയ സമാജ്വാദി പാർട്ടിക്ക് മടങ്ങി വരാൻ ഉള്ള ശ്രമത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഘട്ടത്തിലെ സീറ്റുകൾ. പരമ്പരാഗതമായിട്ട് ഒരുപക്ഷെ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുന്നതിന് മുമ്പ് വരെ തങ്ങളുടെ സീറ്റുകളാണ് എന്ന് സമാജ്വാദി പാർട്ടിയും BSPയും കരുതിയിരുന്ന മണ്ഡലങ്ങളിൽ വീണ്ടും തിരിച്ചുവരവ് അറിയിക്കുക എന്നുള്ളത് സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ച് നാളെ അനിവാര്യമാണ്. കോൺഗ്രസും BJPയും നേർക്കുനേർ പോരടിക്കും ഉത്തരാഖണ്ഡിൽ എന്ന് കരുതിയെങ്കിൽ ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ രാഷ്ട്രീയ സ്ഥിതി അങ്ങനെയല്ല. വലിയ പോരാട്ടം ഇരു പാർട്ടികൾക്കും ഒപ്പം കാഴ്ചവെക്കാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരത്തിന്റെ എല്ലാ ചൂടും ഉത്തരാഖണ്ഡിൽ നിന്ന് ഇത്തവണ നമുക്ക് അറിയാൻ സാധിക്കുന്നു. വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം, ഒരുപക്ഷെ കടുത്ത തണുപ്പിനെ അതിജീവിക്കുന്ന വിധത്തിൽ വലിയ ചൂട് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇതിന്റെ ഭാഗമായി നാളെ വോട്ടെടുപ്പിനായി ബൂത്തിലേക്ക് ഉത്തരാഖണ്ഡ് എത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വളരെ പ്രതീക്ഷയിലാണ്. ഒരിക്കൽ കൂടി അധികാരത്തിൽ മടങ്ങിയെത്താൻ സാധിക്കും. ഉത്തരാഖണ്ഡ് ചരിത്രത്തിൽ ആദ്യമായി 2ാമതൊരു തവണ കൂടി അധികാരത്തിൽ മടങ്ങിയെത്തുന്ന പാർട്ടി തങ്ങൾക്കാകാൻ സാധിക്കും എന്ന് BJP കരുതുന്നു. പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിൽ BJP വലിയ പ്രചരണം അതിനുവേണ്ടി നടത്തിയിരുന്നു. കോൺഗ്രസിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് 5 വർഷത്തിന് ശേഷം അധികാരത്തിൽ മടങ്ങിയെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. പ്രഖ്യാപിതമായിട്ട് ഒരു മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തിയിട്ടില്ലെങ്കിലും ഹരീഷ് റാവത്തിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ കോൺഗ്രസും അവിടെ നടത്തിയിരുന്നു. ഗോവയും നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതുകയാണ്. ഗോവയെ സംബന്ധിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയപരമായി വലിയ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചതുഷ്കോണ മത്സരം ഗോവയിൽ നടക്കുന്നു എന്ന് നമുക്ക് നിരീക്ഷിക്കേണ്ടി വരും. തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും BJPക്കും കോൺഗ്രസിനും ഒപ്പം സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഈ കോവിഡ് സാഹചര്യത്തിലും ഗോവയിൽ നടന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ആർ രാധാകൃഷ്ണൻ നൽകിയ ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.